ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം, മുല്ലോർലിത്തേവരേ ശരണം, സർവേശ്വര മംഗലത്തപ്പ ശരണം, തലയാക്കുളത്തമ്മേ ശരണം, നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജാനകീ ജീവന സ്മരണം, ഹര നമ പാർവതീപതയേ. ഗോപികാ ജീവന സ്മരണം, ആഞ്ജനേയ സ്വാമിക്ക് ജയ് ജയ് ശ്രീ രാധേശ്യാം. രാധേശ്യാം. എല്ലാ സജ്ജനങ്ങൾക്കും സാരല്യ. ഇത് രണ്ടും കൂടിയിട്ട് ഒരു ഭാഗത്തേക്ക് ഇട്ട് കത്തിച്ചു. എല്ലാ സ്വജനങ്ങളുടെയും പാദത്തിലെ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ഭഗവാന്റെ അപാരമായിട്ടുള്ള കൃപാകടാക്ഷം കൊണ്ട് കഴിഞ്ഞ എത്ര ദിവസമായി, ഇന്ന് എത്രാമത്തെ ദിവസം, 13ാമത്തെ ദിവസമായി. 12 ദിവസവും നമുക്ക് വേണ്ടതുപോലെ ആയിരുന്നു നിശ്ചയമില്ല. എന്നാലും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് വേണ്ടതുപോലെ ആവാൻ എത്ര പാരായണം ചെയ്താലും വേണ്ടതുപോലെ നമുക്ക് ആവുമെന്ന് ചോദിച്ചാൽ അതിന് ഇനി എത്രയോ പാരായണങ്ങൾ നടന്നിട്ട് വേണം. ഭഗവാന്റെ കൃപയാണ്. ഇങ്ങനെ ഒരു കർക്കിടക മാസം എന്ന് പറഞ്ഞിട്ടെങ്കിലും വയ്ക്കുമ്പോൾ വർഷത്തിലൊരിക്കലെങ്കിലും രാമായണം ഒരു പ്രാവശ്യം വായിച്ച് എത്തിക്കാനായിട്ട് സാധിക്കുക എന്ന് പറയണത് അത് ഭഗവാന്റെ കൃപയാണ്. അപ്പോൾ എന്നും നിത്യപാരായണം ചെയ്യേണ്ടതാണ് രാമായണം എന്ന് എപ്പോഴും പറയും. ആ നിത്യവും ആ രാമായണത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പാരായണം ചെയ്യുക. ചില ഗൃഹത്തിൽ ആ മാലിന്യങ്ങളെല്ലാം തീർന്നിട്ട് അവിടെ ആ ഗൃഹത്തിലെ ഒരു പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന പറയുക. അപ്പോൾ എപ്പോഴും എന്നും ഗൃഹത്തിൽ പാരായണം ചെയ്യേണ്ടത് തന്നെയാണ് രാമായണം. എന്നിരിക്കെ ഈ കലികാലത്തിൽ ഒരു മാസം നമുക്കിതാ ഇതിനായിട്ട് ഭഗവാന്റെ കാരുണ്യം, ഇങ്ങനൊരു ഭഗവാന്റെ ഇച്ഛ തന്നെയായിരിക്കും ആ ഗുരുകാരണന്മാരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു തോന്നലുണ്ടാവാൻ. ഈ അടുത്ത കാലത്ത് തോന്നിയൊരു തോന്നലാണ്. ഇതുവരെ ഒന്നും അങ്ങനെ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുക എന്ന് പറയണത് അല്ല. എന്നും നിത്യപാരായണമായിരുന്നു രാമായണം ഭാഗവതമൊക്കെ നിത്യം പാരായണം ചെയ്യലായിരുന്നു. കുറച്ച് കാലങ്ങളായിട്ടേ കർക്കിടക മാസം എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അത് ആ ഭഗവാന്റെ അപാരമായിട്ടുള്ള ആ കൃപാകടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അതിൽ നമ്മളെയൊക്കെ നമുക്കും പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളതും വളരെയധികം മുല്ലോർലിത്തേവരുടെ അനുഗ്രഹമാണ്. മുടങ്ങാണ്ട് ഇവിടെ എത്തിപ്പെട്ട് ആ സത്സംഗത്തിലിരുന്ന് ജപിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അതും അതെ വളരെയധികം ആ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇത് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കഴിവോ മിടുക്കോ നമ്മുടെ ഇതൊന്നുമല്ല. നമ്മൾ പറയും നമ്മുടെ പുണ്യം, നമ്മുടെ ഭാഗ്യം. ഒരു പുണ്യവും ഇല്ല, ഭാഗ്യവും ഇല്ല. ഇവിടെയൊക്കെ ഈശ്വരൻ്റെ കൃപാകടാക്ഷം അത് മാത്രമേ ഉള്ളൂ. ആ കൃപ മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ കൃപയിൽ അപ്പുറത്ത് വേറെ ഒന്നുമില്ല. നിറഞ്ഞു നിൽക്കുന്നത് മുഴുവൻ ആ ഭഗവാന്റെ കൃപ മാത്രമാണ്. അപ്പം അങ്ങനെ ആ കൃപാസിന്ധുവായിട്ടുള്ള ആ ഭഗവാന്റെ പാദത്തിൽ മനസ്സ് ചേർത്ത് വച്ച് ആ ഇന്ദ്രിയങ്ങളെ ചേർത്ത് വച്ച് ആ പൂർണ്ണമായിട്ടും ഈ വായന ഓരോ അക്ഷരങ്ങളിലൂടെ നമ്മുടെ ഹൃദയം ആ അക്ഷരങ്ങളിൽ നമ്മൾ മനസ്സ് രമിച്ച് നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം അതിൽ രമിച്ച്
മനസ്സുകൊണ്ട് ഓരോന്ന് വായിക്കുമ്പോഴും ഭഗവാന്റെ മനോഹരമായ രൂപങ്ങളെ പറ്റിയൊക്കെ വായിക്കുമ്പോഴൊക്കെ ഉള്ളിലത് തെളിഞ്ഞു കാണുക. ഓരോ രംഗങ്ങളെയും ഉള്ളിൽ കാണാൻ സാധിക്കുക. ഓരോ കഥാപാത്രങ്ങളുടെയും ആ ഭഗവാന്റെ അടുത്ത് വന്ന് മോക്ഷം പ്രാപിക്കുന്ന ഓരോ ജീവനും ഞാൻ തന്നെയാണെന്ന് ധരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഓരോ കഥാപാത്രങ്ങളുടെ ഉള്ളിലുള്ള ആ കർമ്മപ്രാരാബ്ധങ്ങളൊക്കെ തീർന്ന് അവരുടെ ഉള്ളിലുള്ള ആ മനോമാലിന്യമൊക്കെ തീർന്ന് പരിശുദ്ധമാകുമ്പോൾ ആ ഭഗവാനോട് കൂടി ചേരാൻ സാധിക്കുന്നു. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ രമണമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പാരായണം ആരംഭിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഹരയേ നമഃ. ജാനകീ ജീവനസ്മരണം. ഹര നമഃ പാർവതീപതയേ. ആഞ്ജനേയ സ്വാമിക്ക്. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗജാനനം ഭൂതഗണാതിസേവിതം കപിദ്ധജംഭൂബലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസന്തകം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ജാനകീ ജീവനസ്മരണം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ യോഗാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. കഴിഞ്ഞ ദിവസം പാരായണം ചെയ്ത് സമർപ്പിച്ചത് ആ മാരീചനെ ചെന്ന് കണ്ട് പറയണ ഭാഗങ്ങളാണ്. മാരീചനെ കണ്ട് രാവണൻ പറയണു. കഥാഭാഗത്തിലൂടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മാരീചൻ പറയുന്നുണ്ട്, രാമൻ്റെ സായകം ഏറ്റു മരിക്കുകയാണ് നല്ലത്, അല്ലെങ്കിൽ രാവണൻ്റെ വാളിന് ഇരയാവുകയെന്ന് വെച്ചാൽ അതിനേക്കാളും നല്ലത് രാമസായകമേറ്റ് ലഭിച്ചാൽ മുക്തി ലഭിക്കും എന്നുള്ള അതെല്ലാം ആ മാരീചൻ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് രാവണൻ്റെ ആജ്ഞപ്രകാരം ഒരു സ്വർണ്ണമാനായിട്ട് അവിടെ
സീതയെ അതിൽ രമിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ പർണശാലയുടെ മുമ്പിൽ ചെന്നപ്പോൾ ഭഗവാൻ പറയണു ഇനി രാവണൻ്റെ വരവുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് മായാസീത വന്യയിൽ മറഞ്ഞിരിക്കണം, സാക്ഷാൽ ദേവി ആ അഗ്നികുണ്ഡത്തിലിരിക്കണം. മായാസീതയോടെ നിർത്തിക്കൊണ്ട് ഇനി ആ മായയിൽ ഉണ്ടാവണതൊക്കെ ആ മായയ്ക്കും ഭഗവാനും ഇടയിലുണ്ടായ ആ മായ കൊണ്ടാണ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വരണത്. അപ്പോൾ അതുകൊണ്ട് ആ മായാസീതയെ ഇവിടെ നിർത്താൻ പറഞ്ഞു. അങ്ങനെ മായാസീതയെ നിർത്തിയിട്ട് ആ ഭഗവതി സാക്ഷാൽ സീതാദേവി വന്യമണ്ഡലത്തിൽ മറഞ്ഞിരിക്കുകയാണ് ചെയ്യണത്. പിന്നീട് ഇനി എല്ലാം ആ മായാസീതയാണെന്ന് പറഞ്ഞാൽ പറയില്ലേ, ഈ നിഴൽക്കൂത്ത് എന്ന് പറയണ പോലെ മുന്നിൽ നിൽക്കുന്ന ആൾ അവിടെയാണ്. ഈ നിഴലിനെയാണ്, നിഴലിനെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെയാണ് ആ മായയായിട്ടുള്ള ആ സീതയെ മുൻനിർത്തിയിട്ടാണ് ബാക്കിയുള്ള കഥകളൊക്കെ വരുന്നത്. മായാനിർമ്മിതമായ മൃഗം കണ്ടു മായാസീതയും രാമചന്ദ്രനോടു രാജെയ്താൻ. ഭർത്താവേ കണ്ടീലയോ കനകാമയാമൃഗം, എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതാമിതം. പേടിയില്ലതീനേതും എത്രയും അടുത്തു വന്നിടുന്നു, മെരുക്കമുണ്ടെത്രയുമെന്നു തോന്നും. കളിപ്പാനതീ സുഖമുണ്ടിതു നമുക്കിങ്ങോ വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു. നൂനം പിടിച്ചു കൊണ്ടിങ്ങു പോന്നിടുക വൈകിടാതെ, മടിച്ചിടരുതേതും ഭർത്താവേ ജഗൽപദേ. മൈഥിലി വാക്യം കേട്ടു രാഘവൻ അരുൾ ചെയ്തു. മൈഥിലി വാക്യം കേട്ടു രാഘവൻ അരുൾ ചെയ്തു. സോദരൻ തന്നോട് നീ കാത്തുകൊള്ളുക വേണം, സീതയെ അവൾക്കൊരു ഭയവും ഉണ്ടാകാതെ. യാതുദാനന്മാരുണ്ടോ കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്തു. ധനുർബാണങ്ങളെടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. അടുത്തു ചെല്ലും നേരം വേഗത്തിലോടിക്കളഞ്ഞടുത്തു കൂടാ എന്ന് തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരും. അപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും. പടുത്താമോടു ദൂരെ കുടിച്ചു ചാടും. അപ്പോൾ ഇങ്ങനെ തന്നെ ഒട്ടു ദൂരത്തായതു നേരം അങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടതീനേറ്റം. എന്നുറച്ച ആശ വിട്ടു രാഘവൻ ഒരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ. പൊന്മാനതു കൊണ്ടു ഭൂമിയിൽ വീണ നേരം വന്മല പോലെ ഒരു രാക്ഷസാവേഷം പൂണ്ടാൻ. മാരീജൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേ എന്നു രഘുനാഥനും നിരൂപിച്ചു. ബാണമേറ്റവനിയിൽ വീണിപ്പോൾ മാരീജനും പ്രാണവേദനയോടു കരഞ്ഞാനയ്യോ ഭാവം. ഹാഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദര, ഹാഹാ മേ വിധിബലം ബാഹിമം ദയാനിധേ. അതുരാനാദം കേട്ടു ലക്ഷ്മണനോടു ചെന്നാൽ സീതയും സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ. അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടില്ലേ ഭവാൻ, ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചിടുക ചെന്നു ലക്ഷ്മണ മടിയാതെ. ലക്ഷോവീരന്മാരിപ്പോൾ കൊല്ലുമെങ്കിലയ്യോ ജാനകി ജീവനസ്മരണം. ഇവിടെ ആ മാനിനെ കണ്ടിട്ട് മോഹിച്ച് മായാസീത പറയണു അല്ലേ, അതിൽ പറയണ്ടേ മായാനിർമ്മിതമായ കനകമൃഗം കണ്ട് മായാസീതയും മോഹിച്ചു. അപ്പോൾ എന്താണെന്ന് എല്ലാം നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെയുള്ള ലീലകളാടുന്നത്. അപ്പം അങ്ങനെ മോഹിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഭംഗിയുള്ള ഒരു മൃഗത്തിനെ കണ്ടിട്ട് അതിനെ കണ്ടപ്പോൾ അതിൽ ആഗ്രഹം വന്നു. എല്ലാത്തിനും കാരണം നമുക്ക് അതിനെ കണ്ടു. അത് കാട്ടിലുള്ളൊരു മൃഗമാണ്, അത് ഓടിച്ചാടി കളിക്കണ കണ്ട് ആസ്വദിച്ചു. അത്രയേ വേണ്ടല്ലോ. അതിനെ എൻ്റെ സ്വന്തമാക്കാൻ നോക്കുക എന്ന് പറയുമ്പോഴാണ് നമുക്ക് അങ്ങനെയാണ് നമുക്ക് കാണാൻ ഭംഗിയുള്ള വസ്തുക്കൾ അതൊക്കെ കാണുമ്പോൾ നമ്മുടെ സ്വന്തമാക്കണം എന്ന് നമുക്കൊരു തോന്നൽ വരികയാണ്. അതുപോലെ അത് കാട്ടിലാണ്, അതവിടെ ഓടിക്കളിച്ച് നടക്കണം കണ്ട് ആസ്വദിച്ചാൽ മതി ശരിക്കും. പക്ഷേ അതിനെ എനിക്ക് സ്വന്തമാക്കണം എന്ന് തോന്നിയപ്പോൾ
അതിനെ വേണം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴും ഭഗവാന്റെ നമ്മുടെ ഉള്ളിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത അനാവശ്യമായിട്ട് നമുക്ക് ഒരു ആപത്ത് വരുത്തിയിടുന്ന ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ ഭഗവാന്റെ ഒരു മുന്നറിയിപ്പ് നമ്മുടെ ഉള്ളിലുണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. അപ്പോൾ പറയണു, സോദരനോട് പറയണം, നീ കാത്തുകൊള്ളണം സീതയെ, അവൾക്ക് ഭയം ഉണ്ടാവരുത്, കാട്ടിലൊക്കെ നിറയെ രാക്ഷസന്മാരുണ്ട് കേട്ടോ, നീ നല്ലോണം നോക്കണം എന്നുള്ളത് പറയണു. കാരണം എന്താ വെച്ചാൽ അപ്പോൾ നമുക്ക് ഒരു വീണ്ടും വിചാരം ഉണ്ടാവാനാണ് അങ്ങനെ പറയണത്. ഇനി അങ്ങനെ പറയുമ്പോഴെങ്കിൽ ഇത് വല്ല രാക്ഷസന്മാരുടെ മായയാണോ, ഇതുവരെ കാണാത്ത ഒരു മൃഗത്തിനെ എങ്ങനെ കണ്ടുവല്ലോ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാവുന്ന തരത്തിലാണ് രാമൻ പറയുന്നത്. പക്ഷേ എപ്പോഴും ആ ആഗ്രഹം മുന്നിട്ട് നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചിന്താശക്തിയൊക്കെ നഷ്ടപ്പെടുകയാണ്. അതാണ് ആ മമതയുടെ ഒരു ഇത്. അങ്ങനെ ചെന്നതാ എത്രയോ അവിടെ നിന്ന് രാവണൻ്റെ മുമ്പിൽ വെച്ചിട്ട് എന്താണ് മാരീചൻ വിചാരിച്ചത്? രാമസായകമേറ്റ് മരിക്കുകയാണ് മുക്തി, അതിലും വലുതായിട്ടൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ആ രാമസായകമേറ്റ് മരിക്കാൻ തന്നെയാണ് നല്ലത് എന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ രാമസായകമേറ്റ് മരിക്കുന്ന സമയത്ത് രാമചന്ദ്ര എന്ന് പറഞ്ഞാൽ ആ രാമനാമം ജപിച്ചുകൊണ്ട് മരിക്കാനുള്ള ഒരു ഭാഗ്യം ഇതല്ല ചെയ്തത്. പക്ഷേ ആ ഉള്ളിൽ അതുവരെ ഭയം കൊണ്ടാണ്, ആ ഭയം കൊണ്ടാണ് മാരീചൻ എപ്പോഴും രാമനാമം ജപിച്ചുകൊണ്ടിരുന്നത്. അയാളെന്നെ ഉപദ്രവിക്കൂ, അയാളിൽ നിന്ന് നല്ല സ്തുതിപാഠകന്മാരൊക്കെ അങ്ങനെയാണ്, അവർ ഭയം കൊണ്ടാണ് അവരോട് ഒരു ഇഷ്ടം കൊണ്ടൊന്നും ആവില്ല അധികം, അയാളിൽ നിന്ന് ഇനി പേടിക്കാനൊന്നുമില്ല എന്നുള്ളൊരു ഭാവം വരുമ്പോൾ ആ ഉള്ളിലുള്ള ഭാവം വരികയാണ്. അപ്പോൾ ഇവിടെ ആ രാമൻ്റെ ബാണമേറ്റ് അപ്പോൾ ആ പ്രാണവേദനയോട് കൂടിയിട്ട് രാമചന്ദ്രപ്രഭു എന്നല്ല വിളിക്കാൻ തോന്നിയത്. അപ്പോൾ ലക്ഷ്മണ സീതയെ എന്ന് വിളിച്ചിട്ട് ആ ഉള്ളിലുള്ള അല്പമായിട്ട് അവശേഷിച്ച ആ ആസ്തുരികത ഭാവം പുറത്തേക്ക് വന്നു. അതിനെയും കൂടി പുറത്തേക്ക് എടുത്തിട്ടിട്ട് പൂർണ്ണമായിട്ടും മുക്തനാക്കിയിട്ടാണ് ആ മാരീചനെ അനുഗ്രഹിക്കുന്നത്. മാരീചൻ്റെ അപ്പം നമുക്ക് കാണിച്ചു തരാണ് ഭഗവാനോട് വയ്ക്കേണ്ടത് ഭയമല്ല, ഭയഭക്തിയല്ല വയ്ക്കേണ്ടത്, ബഹുമാനഭക്തിയല്ല വയ്ക്കേണ്ടത്, പ്രേമഭക്തിയാണ് വേണ്ടത്. പ്രേമഭക്തി ആവുമ്പോൾ അങ്ങനെയാണ് വേണ്ടത്. ആ ഭഗവാനിൽ നിന്ന് നമുക്ക് ഒന്നും ഇച്ഛിക്കാനില്ല. നമുക്ക് വേണ്ടതെല്ലാം സർവേശ്വരൻ കനിഞ്ഞ് നൽകിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഓരോന്നും ഈശ്വരാനുഗ്രഹം കൊണ്ടാണ്. നമ്മളുടെ ബുദ്ധിയും ചിന്തയും ഒക്കെ വേണ്ടതുപോലെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഈശ്വരാനുഗ്രഹം കൊണ്ടാണ്. നമ്മുടെ കയ്യും കാലും അതാ വേണ്ടതുപോലെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഈശ്വരാനുഗ്രഹം കൊണ്ടാണ്. ഓരോ നമ്മളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് ആരാ? ഭഗവാനാണ് അല്ലേ? അല്ലെങ്കിൽ നോക്കി നോക്കൂ, ഒരു യന്ത്രത്തിനെ പ്രവർത്തിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടാവണമല്ലോ, അല്ലാണ്ട് തന്നെ പ്രവർത്തിക്കില്ല. ഒരു യന്ത്രം പ്രവർത്തിക്കണമെങ്കിൽ അതിനെ ഉണ്ടാക്കി വെച്ചിട്ട് അത് പ്രവർത്തിക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു ശക്തി ഉണ്ടാവണം. അത് ആരാണ്? അത് ആ ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാൻ നമ്മളുടെ ഉള്ളിൽ ഇരുന്ന് എല്ലാത്തിനും നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങുന്നുണ്ട്, ബോധം കെട്ട് ഉറങ്ങുന്നുണ്ട് അല്ലേ? നമ്മളൊന്നും അറിയുന്നില്ല. ആ സമയത്തും നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടക്കണത് അല്ലെ? രാത്രി കഴിച്ച ആഹാരങ്ങളൊക്കെ ദഹിപ്പിച്ച് ശരീരത്തിന് വേണ്ടതുപോലെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും അനസ്യൂതം യാതൊരു തടസ്സവും ഇല്ലാണ്ട് നടക്കുന്നുണ്ട്, നമ്മുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആരാണ്? ആ ഭഗവാന്റെ കാരുണ്യം തന്നെയാണ്. അപ്പോൾ എല്ലാം ആ ഈശ്വരേച്ഛ കൊണ്ടാണ് നടക്കുന്നത് എന്നുള്ള സത്യത്തിനെ ബോധിച്ചിട്ട് ഭഗവാന് നമുക്ക് വേണ്ടതുപോലെ തന്നിരിക്കുകയാണ് ഭഗവാൻ. ഇനി നമുക്ക് ചോദിച്ച് മേടിക്കാനായിട്ട് ആ ഭഗവാനിൽ നിന്നൊന്നുമില്ല. അത്യാഗ്രഹം കൊണ്ട് വാങ്ങണത് മുഴുവൻ നമുക്ക് അനാപത്തായിട്ട് തീരും. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണോ ഈ ജീവൻ്റെ പ്രാരാബ്ധ കർമ്മങ്ങൾക്കനുസരിച്ചിട്ട് അത് വന്നു ചേരുമ്പോൾ അതിനെ അനുഭവിക്കാനുള്ള ശക്തി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അത് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ. ഓരോന്നും നമ്മൾ ജപിക്കുന്ന ഓരോ ജപവും ഭഗവാന്റെ പാദത്തിൽ പ്രേമമായിട്ട് തീരണം, പ്രേമത്തോടു കൂടി സമർപ്പിക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങനെയുള്ള ഇതിനേക്കാളും എത്രയോ കഠോരമായ പാപം ചെയ്ത രത്നാകരൻ്റെ ഉള്ളിലുണ്ടായ ആ കർമ്മവാസനയൊക്കെ ഇല്ലാണ്ട് പോയത് എങ്ങനെയാണ്? രാമനാമം കൊണ്ടാണ്. ആ രാമനാമം അദ്ദേഹം എങ്ങനെയാണ് ജപിച്ചത്? അദ്ദേഹം ആ പ്രേമത്തോടു കൂടിയിട്ട് ആ ഭഗവാൻ എല്ലാത്തിൽ നിന്നും വിരക്തി വന്നിട്ട് ഏകാശ്രയം ഈശ്വരനാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈശ്വരനെ ആശ്രയിക്കുകയാണ് വേണ്ടത്. താൻ ചെയ്തതെല്ലാം തെറ്റായിപ്പോയി എന്നുള്ള പശ്ചാത്താപത്തോടു കൂടിയിട്ട്
ഭഗവാനിൽ നിന്ന് ഒന്നും നേടാൻ വേണ്ടിയിട്ടല്ല, ചെയ്ത തെറ്റിനെ പശ്ചാത്തപിച്ചുകൊണ്ട് രാമനാമത്തെ ആശ്രയിച്ചു. അപ്പോൾ ആ രാമനാമം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള എല്ലാവിധത്തിലെ മാലിന്യങ്ങളെയും കഴുകിക്കളഞ്ഞ് ആ ശരീരം, ഏതൊരു ശരീരത്തിലിരുന്നു കൊണ്ടാണോ ആ ശരീരം പോലും ഉറുമ്പ് തിന്നു പോയി എന്നാണ് പറയണേ. എന്നിട്ട് ആ മഹർഷീശ്വരന്മാർ ആ യൗവനയുക്തമായ ശരീരം തങ്ങളുടെ തീർത്ഥജലം കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പൂർണ്ണമായിട്ടും അങ്ങനെ രത്നാകരൻ എന്നുള്ളത് വാൽമീകി മഹർഷിയായിട്ട് തീർന്നു. എന്നാൽ മാരീചൻ ഇത്രകാലം ആ രാമനാമം ജപിച്ചിട്ടിരുന്നിട്ടും ആ ഉള്ളിൻ്റെ ഭയം കൊണ്ടായതുകൊണ്ടാണ്. പ്രേമഭാവത്തിലാണെന്നുണ്ടെങ്കിൽ തനിക്ക് എന്താണോ വരണത് അത് ഈശ്വരേച്ഛ എന്ന് പറഞ്ഞ് സ്വീകരിക്കണ ഭാവമായിരുന്നു എന്നുണ്ടെങ്കിൽ, ആ ഭയം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ആ ഉള്ളിൻ്റെ ഉള്ളിലുള്ള എല്ലാ വിധത്തിലുള്ള ആ മനോമാലിന്യങ്ങളും പോയേനെ. അപ്പോൾ ബാക്കി നിൽക്കുന്ന മനോമാലിന്യം പുറത്തേക്ക് വന്നതാണ്. പുറത്തേക്ക് വന്ന് അതും കൂടിയും ഇല്ലാണ്ടാക്കിയിട്ട് ഭഗവാൻ അവിടെ മാരീചന് മുക്തി കൊടുക്കണേ. അപ്പം അതുകൊണ്ട് അപ്പോൾ അത് രാമായണം കഥയുടെ ആ കഥ വേണ്ട പോലെ ആവാൻ അങ്ങനെ വരണം, രാമൻ ഇങ്ങനെ ചെയ്യണം, മാരീച ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ കഥയിലൂടെ നോക്കുമ്പോൾ നമുക്ക് തോന്നും. ഈ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് കാര്യമാണ്. അപ്പോൾ ആ കഥയിലൂടെ ഓരോന്നും നോക്കുമ്പോൾ നമുക്ക് ആ കാര്യത്തിനെ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് കഴിയണം. അതാണ് ഈശ്വര അനുഗ്രഹം. അപ്പോൾ അത് ഓരോ വരികളിലും എത്ര നമുക്കറിയാണ്ട് എന്തെല്ലാം ആ വരികളിലൂടെ ഒളിഞ്ഞു കിടക്കുന്നത് നമുക്ക് തെളിയിച്ച് വരാനുണ്ട്. അപ്പോൾ അതിന് ധാരാളം നാമം ചൊല്ലി തന്നെയാണ് വേണ്ടത്. അത് തെളിഞ്ഞ് വരണ വരെ നമുക്ക് ജപിച്ചുകൊണ്ടേയിരിക്കണം. ആ നാമജപം ഒന്നുകൊണ്ട് മാത്രമേ ആ ഈശ്വരൻ്റെ വിഭൂതികൾ തെളിഞ്ഞ് കാണുമാറാവുള്ളൂ. അല്ലെ, അറിവ് കൊണ്ട് നേടാം എന്നൊക്കെ പറഞ്ഞു. നമ്മൾ അറിഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് കാലം മുമ്പ് ഞാൻ ഈ ഭഗവത്ഗീത നിത്യം വായിക്കുകയായിരുന്നു. ഭഗവത്ഗീത എനിക്കതിൽ കുറേ ശ്ലോകങ്ങൾ കാണാണ്ടറിയാം. അപ്പോൾ ഗീത നിത്യം പാരായണം ചെയ്ത് ചിലപ്പോൾ 2 പ്രാവശ്യമൊക്കെ ഒരു ദിവസം അതൊരു ഇഷ്ടത്തോടു കൂടി അങ്ങനെ പാരായണം ചെയ്തായിരുന്നു. പിന്നീട് ഈ നാമജപത്തോട് കൂടിയിട്ട് ഇങ്ങനെ തീർന്നതോടുകൂടി, നാമം ജപിക്കുന്നതോട് കൂടിയിട്ട് അതൊന്നും ഇല്ലാണ്ടായിപ്പോയി എൻ്റെ അടുത്തുനിന്ന്. എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ നിത്യപാരായണം വെച്ചാൽ അതിങ്ങനെ കുറഞ്ഞു വന്നു. പിന്നെ അത് പാരായണം ചെയ്യാണ്ടായി. ഇപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഗീതയുടെ അവിടെ വച്ചിട്ട് ഭഗവത്ഗീത പാരായണം ഉണ്ടായ കാര്യം. ഗ്രന്ഥത്തിൽ നോക്കിയിട്ടാണ് വായിക്കണമെന്ന് വെച്ചാലും വേണ്ടതുപോലെ അത് പാരായണം ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല. പല ദിക്കിലും എനിക്ക് ധാരാളം അക്ഷരത്തെറ്റുകളൊക്കെ വന്നു. കാരണം എന്താ വെച്ചാൽ അതൊക്കെ നിത്യോപാസന ചെയ്താൽ മാത്രമാണ് നമുക്ക് ഏതൊരറിവായാലും. ഇപ്പോൾ സ്കൂളിൽ നമ്മൾ എന്തൊക്കെയോ പഠിച്ചു അല്ലേ, ആ പഠിച്ച് ചിലപ്പോൾ റാങ്ക് കിട്ടിയവരൊക്കെ ഉണ്ടാവും. പക്ഷേ അതിനെ ഉപയോഗിക്കാതെ കണ്ട് ഇപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുന്നു. ഇപ്പോൾ നമ്മളോട് ഏതെങ്കിലും ഒന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടുമോ? നമ്മളെത്രയോ ഫുള്ള് മാർക്ക് മേടിച്ചിട്ടുണ്ടാവും ഓരോ സോഷ്യൽ സ്റ്റഡീസിലൊക്കെ ഓരോ ചോദ്യങ്ങളൊക്കെ പഠിച്ചിട്ട്, ഓരോ കൊല്ലങ്ങളൊക്കെ പഠിച്ചിട്ട്. ഇപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു കൊല്ലം ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുമോ അത് ഏത് കൊല്ലം നടന്നേ, ഇത് ഏത് കൊല്ലം നടന്നേ? നമുക്കൊന്നും ഓർമ്മയില്ല, ഒരു കാര്യം ഓർമ്മയില്ല. അതൊക്കെ വൃഥാവിലായിട്ട് പോവുക ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നിത്യോപയോഗത്തിന് നമ്മൾ നിത്യമായിട്ട് അതിനെ ഉപയോഗിക്കാതിരിക്കുമ്പോഴൊക്കെ അത് വൃഥാവിലായിട്ട് പോകും. അതുകൊണ്ട് തന്നെ ആ ഈശ്വര പ്രേമം നിത്യോപാസനയായിട്ട് തീർക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ പ്രേമമാണ് ഉണ്ടാവുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെയൊന്നും പഠിച്ചില്ലെങ്കിലും വേണ്ട സമയത്ത് നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞ് പ്രകാശിക്കും. അതാണ് ആ ഭഗവാന്റെ കാരുണ്യം എന്ന് പറയുന്നത്. ഈശ്വരനെ ആശ്രയിച്ചാൽ മാത്രം മതി. അപ്പം നമുക്ക് ഓരോ സമയത്ത് വേണ്ടതുപോലെ ഇതിങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ചെയ്താൽ മതി എന്നുള്ള അവസ്ഥയും നമുക്ക് തെളിഞ്ഞ് പ്രകാശിക്കുകയാണ് ചെയ്യുക. അപ്പം നമ്മുടെ ഉള്ളിലുള്ള മനോമാലിന്യങ്ങളൊക്കെ നീങ്ങണമെങ്കിൽ പ്രേമഭാവത്തോടു കൂടിയിട്ട് തന്നെ ഈശ്വരനെ ആശ്രയിക്കണം. അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്ക് നമ്മളുടെ ആ കർമ്മവാസനകൾ അടങ്ങില്ല എന്നത് അവിടെ മാരീചനിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സീതാദേവി തൻ്റെ ആ ഭർത്താവിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഈ സർവ്വലോകത്തിനെയും കിടുകിട വറപ്പിക്കാനുള്ള ശക്തിയുള്ളതാണ്. 14,000 പേരെ
3.25 നാഴിക കൊണ്ട് ആര് വധിച്ചു? ശ്രീരാമചന്ദ്ര പ്രഭു വധിച്ചു. ആ ശ്രീരാമചന്ദ്ര പ്രഭു ഒരു മാനിൻ്റെ പിന്നാലെ പോയപ്പോൾ ഒരു രാക്ഷസൻ വധിച്ചു എന്ന് തോന്നാനായിട്ടപ്പോൾ ആ രാമനെ പൂർണ്ണമായിട്ടും നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് വെച്ചാൽ വികാരം വിവേകത്തിനെ നഷ്ടപ്പെടുത്തും. പെട്ടെന്നുണ്ടാവുന്ന വികാരം കൊണ്ട് വിവേകം നഷ്ടപ്പെടും. അത് കേട്ട വഴി വികാരമാണ് മുമ്പയ്ക്ക് ഉണർന്ന് പ്രവർത്തിച്ചത്. അതുകൊണ്ട് പറയുന്നു ലക്ഷ്മണനോട്. പക്ഷേ ലക്ഷ്മണൻ എന്താ പറഞ്ഞത്? ലക്ഷ്മണനതു കേട്ടു ജാനകിയോട് ചൊന്നാൻ, ദുഃഖിക്കായി കാര്യേ ദേവി കേൾക്കണം മമ വാക്യം. മാരീചൻ തന്നെ പൊന്മാനായി വന്നതവൻ നല്ല ചോരനത്രയുമേവം കരഞ്ഞതവൻ തന്നെ. അന്ധനായി ഞാനും ഇത് കേട്ടുപോയ കേളുമ്പോൾ നിന്തിരുവടിയെയും കൊണ്ടുപോയിടാമല്ലോ. ഭക്തിഗന്ധരൻ തനിക്ക് അതിനുള്ളൊരുപായമേ ഇതെന്തറിയാതെ അരുൾ ചെയ്യുന്നതിതത്രയല്ല. ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ. രാഘവൻ തിരുവടി തന്നെയെന്നറിയണം. ആർത്തനാദവും മമ ജ്യേഷ്ഠനോ ഉണ്ടാകയില്ല. രാത്രിചാരികളുടെ മായ എന്നറിഞ്ഞാലും വിശ്വനായകൻ കോപിച്ചിട് അരക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും അങ്ങനെയുള്ള രാമൻ മുഖാംബുജത്തിൽ നിന്നിങ്ങനെ ദൈന്യനാദം ഭവിച്ചിടുന്നു നാഥേ. ലക്ഷ്മണൻ ചോദിക്കുന്നു, പറയുന്നുണ്ട് ഇങ്ങനെ, എന്തിനാ അങ്ങനെ വിഷമിക്കേണ്ട. അത് ശ്രീരാമചന്ദ്ര പ്രഭു ഒന്നുമല്ല, മാരീചനാണ് മാനായിട്ട് വന്നത്. രാക്ഷസന്മാരുടെ കളിയാണത്. ദേവിയെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ആ ശൂർപ്പണേഖ ഇവിടെ വന്ന് പറഞ്ഞില്ലേ, രാവണൻ്റെ സഹോദരിയാണെന്ന്. നമ്മൾ ആ ശൂർപ്പണേഖയെ ഇവിടുന്ന് വേദനിപ്പിച്ച് വിട്ടപ്പോൾ അതിന് പകരം ചോദിക്കാൻ രാവണൻ ചെയ്യണ ഉപായമാണ്. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ആ കോപവും വികാരവും നമ്മളെ കീഴടക്കി കഴിയുമ്പോൾ, അല്ലെ, ആര് പറഞ്ഞാലും നമ്മളോടായാലും നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ഓരോ കഥാപാത്രവും ഇങ്ങനെ നിൽക്കുമ്പോൾ ആ കഥാപാത്രത്തിലെ അവനവനെ തന്നെ നോക്കണം. നമ്മുടെ മുമ്പിൽ നമ്മളൊരവസ്ഥയിൽ നമ്മളിങ്ങനെ വികാരം കൊണ്ട് ഇങ്ങനെ ആകെ ദുഃഖിച്ചിട്ടും നിൽക്കണ സമയത്ത് നമ്മളോട് പലതും അതിൻ്റെ ന്യായം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുമ്പോൾ നമ്മളതൊന്നും മനസ്സിലാക്കില്ല. അപ്പോൾ നമുക്ക് ആ പറയുന്ന ആളോട് ദേഷ്യവും കോപമൊക്കെയാണ്. നമ്മൾ മാത്രം ശരി നമ്മൾ പറഞ്ഞാൽ ശരി എന്നുള്ളൊരു ഭാവമാണ് നമ്മുടെ ഉള്ളിലുണ്ടാവുക. അതൊക്കെ തന്നെയാണ് ഇവിടെ ഓരോന്നും കാണിച്ചു തരുന്നത്. ഈ രാമായണം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഉള്ളിലെ ഓരോ ഭാവങ്ങളെ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ, ഇനി ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലേ എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പം നമ്മുടെ ജീവിതത്തിലൊക്കെ ഇതുപോലെ ഓരോ അനുഭവങ്ങൾ ഉണ്ടായത് കാണാം. അപ്പോൾ ഇനി തുടർന്നും ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ നേരിടണം എന്നെല്ലാം ഭഗവാൻ നമുക്ക് ഇതിലൂടെ കാണിച്ചു തരാം. അപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജാഗരൂകരായിട്ടിരിക്കുകയാണ് വേണ്ടത്. ജാനകി അത് കേട്ടു കണ്ണു നിർത്തുകി മനസ്സെ വളർന്നൊരു ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാളതു നേരം, രക്ഷോ രാജാതിയിലത്രേ നീയുമുണ്ടായി നൂനം, പ്രാതുനാശത്തിനത്രേ കാംക്ഷയാകുന്നു തവ ചേതസി ദുഷ്ടാത്മാവേ ഞാനിതോർത്തിയിലായല്ലോ. രാമനാശ ഹരേ കൃഷ്ണ. രാമനാശാകാംക്ഷിതനാകിയ ഭരതൻ്റെ രാമനാശാകാംക്ഷിതനാകിയ ഭരതൻ്റെ കാമസിദ്ധാർത്ഥം അവൻ തന്നെ നിയോഗത്താൽ കൂടെ പോന്നിതു നീയും. രാമനു നാശം വന്നാൽ ഗൂഢമായെന്നെയും കൊണ്ടങ്ങു കൊണ്ടുചൊല്ലുവൻ നൂനം. അപ്പോഴൊക്കെ പറയുമ്പോൾ അത് മുഴുവനും കേട്ടിട്ട് വളരെ കോപവും ദുഃഖവും കീഴടക്കിക്കൊണ്ട് പറയാൻ പറ്റാത്ത വാക്കുകൾ, പറയരുതാത്ത വാക്കുകളാണ് പറയണത്. ആ ദേഷ്യം വരുമ്പോൾ നമുക്ക് ആ ദേഷ്യം തീർക്കാൻ എന്തൊക്കെയാണ് വിളിച്ച് പറയാൻ പറ്റില്ല. അത് പറഞ്ഞ വാക്ക് പണ്ട് പറയുമ്പോൾ അല്ലേ, കൈ വിട്ട വടിയും വായെന്ന് വീണുപോയ വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയും.
അതുപോലെ കൈവിട്ട ആയുധവും അയന്ന് വീണ വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയും. അതുപോലെ ആയുധത്തിനേക്കാളും മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ടാണ് പറയണത്. ആ രാമൻ നശിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ആ ഭരതൻ്റെ ഭരതന് വേണ്ടിയിട്ടാണ് നീ കൂടെ കൂടിയതല്ലേ എന്നൊക്കെ ചോദിച്ച് പറയണു. അപ്പോൾ ഇത്രയും അറിവുള്ള എല്ലാവരും അതെ, ഓരോരുത്തരുടെയും ഇപ്പോൾ ഇത്രയും നേരത്തെ ആ രാമൻ ആരാണെന്നറിയാം, രാമന് അപകടം പറ്റിയിട്ടില്ല എന്നൊക്കെ ഉറപ്പുണ്ട്. ആർക്ക്? ലക്ഷ്മണന് ഉറപ്പുണ്ട്. അപ്പോൾ ആ ലക്ഷ്മണൻ്റെ ഇപ്പോൾ അങ്ങനെ ഉറച്ചു നിന്നാലും ആ വാക്കുകളുടെ കൂരമ്പ് നമ്മളെ അതിനെ സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മളുടെ ഉള്ളിലും ആ വീണ്ടും വിചാരം ഇല്ലാണ്ട് നമ്മളും അതുപോലെ പ്രവർത്തിക്കും. അവിടെ ആലോചിച്ച് നോക്കും, അവിടെ ലക്ഷ്മണനായെന്ന് നമ്മളെന്ന് വെച്ചാൽ നമ്മളിതുപോലൊക്കെ തന്നെയാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ പറയുമ്പോൾ നമ്മളോടൊരാൾ ചെയ്താൽ പിന്നെ നമ്മുടെ ഉള്ളിൽ ദേഷ്യവും കോപവും ഉണ്ടാവുന്ന എന്തെങ്കിലും വന്നോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ഇട്ടിട്ട് പോരും. അപ്പോൾ അങ്ങനെയല്ല വേണ്ടത്. ഇത് ഉറപ്പുണ്ട്, രാമനല്ലാന്ന് ഉറപ്പുള്ള സ്ഥിതിക്ക് ഈ അനാവശ്യമായിട്ട് കേട്ട ജൽപ്പനങ്ങളെ ഒന്നും സ്വീകരിക്കാതെ കണ്ട് ആ രാമൻ എന്നോട് പറഞ്ഞത് ഇവിടെ കാത്തു രക്ഷിച്ച് നിൽക്കണം, എനിക്ക് രാമൻ്റെ വാക്കുകളെയാണ് എന്ന് ഉറച്ചുകൊണ്ട് അതിലുറച്ച് ആ ലക്ഷ്മണൻ നിന്നിരുന്നുവെങ്കിൽ അവിടെ അപകടം ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഓരോ രംഗങ്ങളും നമ്മൾ കാണിച്ചു തരുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടണമെന്നാണ് നോക്കേണ്ടത്. കഥ ഒരു വഴി കൂടെ നടക്കണം, ആ കഥയുടെ ഉള്ളിൽ കൂടെ കാര്യം പറഞ്ഞു തരികയാണ്. ഇങ്ങനെ സന്ദർഭത്തിൽ നമ്മളെങ്ങനെ പ്രവർത്തിക്കണം, ഈ സന്ദർഭത്തിൽ നമ്മളെങ്ങനെ പ്രവർത്തിക്കണം എന്ന്. എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ല താനും, ഇന്നുമൽ പ്രാണത്യാഗം ചെയ്വൻ ഞാൻ അറിഞ്ഞാലും, ചേതസി ഭാര്യാഹരണോദ്യതനായ നിന്നെ സോദരാ ബുദ്ധ്യാധരിച്ചീല രാഘവനേതും, രാമനെ ഒഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണേ തീണ്ടുകയില്ലായല്ലോ. ഇത്തരം വാക്കു കേട്ടു സൗമിത്രി ചെവി രണ്ടും സത്വരം പൊത്തി പുനരവളോടുരാ ചെയ്താൻ, നിനക്കൂ നാശമടുത്തിരിക്കുന്നു പാരാമെനിക്കൂ നിരൂപിച്ചാൽ തടുത്തുകൂടാനൂനം, ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെന്തേ ചണ്ഡീ ദിഗ്ദിഗന്ത്യർത്ഥം ക്രൂരചിത്തം നാരികൾക്കെല്ലാം വനദേവതമാരെ പരിപാലിച്ചുകൊള്ളുവിൻ, മനുവംശാധീശ്വര പത്നിയെ വഴി പോലെ ദേവിയെ ദേവകളെ ഭാരമേൽപ്പിച്ചു മന്ദം പൂർവജൻ തന്നെ കാൺമാൻ നടന്നു സൗമിത്രിയും. അവിടെ ആ രാമവാക്യത്തിനെ സ്വീകരിക്കാതെ കണ്ട് ഇപ്പോൾ നമ്മളോട് പറഞ്ഞാൽ വേറെ മറ്റുള്ളവരുടെ വാക്കും കേട്ടിട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന പോലെയാണ്. ഇവിടെ രാമൻ പറഞ്ഞു ഇവിടെ നിൽക്കണം, രാക്ഷസന്മാർ വന്ന് ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ലക്ഷ്മണനെ നിർത്തിയത്. ആ രാമവാക്യം കേട്ടതുകൊണ്ട് ഇപ്പം നമ്മളുണ്ടല്ലോ നാട്ടുകാരുടെ വാക്ക്, അവരങ്ങനെ പറയില്ലേ ഇവരിങ്ങനെ പറയില്ലേ എന്നനുസരിച്ചിട്ട് നമ്മൾ ഓരോ പ്രവർത്തികളിൽ ചെന്നിട്ട് അത് അപകടമായിട്ട് തീരും. അപ്പോൾ ആരുടെയും അങ്ങനെയുള്ള വാക്കുകൾ നമ്മുടെ മനസ്സിന് ഉറപ്പുണ്ടെങ്കിൽ നമ്മളെന്തിനാ മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാൻ പോണേ? ഇപ്പോൾ സീതാദേവി അങ്ങനെ പറഞ്ഞാലും ലക്ഷ്മണൻ അറിയാം ലക്ഷ്മണൻ അങ്ങനെയല്ലാന്ന്, എന്നെ രാമൻ തെറ്റിദ്ധരിക്കില്ല എന്നും ലക്ഷ്മണൻ അറിയാം. ആ ഉറപ്പുണ്ടെങ്കിൽ അവിടെ സ്ഥിരമായിട്ട് നിന്നാൽ മതി. പക്ഷേ അപ്പോഴും ആ വാക്കുകൾ ലക്ഷ്മണനെ ആ വാക്കുകളുടെ ഉള്ളിൽ ആ വികാരം അവിടെ പൊട്ടിപ്പുറപ്പെട്ടു. അതാണ് നമ്മുടെ ഉള്ളിലുള്ള ആ കാമക്രോധാദി വികാരങ്ങളാണ് നമ്മളെപ്പോഴും അപകടപ്പെടുത്തണത് എന്ന് നമുക്ക് കാണിച്ചു തരിക. അന്തരം കണ്ടു ദശാഗന്ധരൻ മദനബാണാന്ധനായി അവതരിച്ചിടിനാനവനിയിൽ ജടയും വൽക്കലവും ധരിച്ചു സന്യാസിയുടെ ജാങ്കണേ വന്നു നിന്നിതു ദശാസ്യനും ഭിക്ഷുവേഷത്തെ പുണ്ടാരക്ഷോനാഥനെ കണ്ടു ദർശനമായ സീതാദേവിയും വിനീതയായി നത്വാ സമ്പൂജ്യ ഭക്തിയ ഫലമൂലാദികളും ഗത്വാ സ്വാഗതവാക്യമുക്ത പിന്നെയും ചൊന്നാൾ അത്രൈവ ഫലമൂലാദികളും ഭക്ഷിച്ചു കൊണ്ടിത്തിരി നേരാമിരുന്നിടുകാതെ പോന്നിതേ ഭർത്താവ് വരും ഇപ്പോൾ തൽപ്രിയം എല്ലാം ചെയ്യും ക്ഷുത്രിടാദികളും തീർത്തു വിശ്രമിച്ചാലും ഭവാൻ ഇത്തരം മായാദേവി മുക്താലാഭങ്ങൾ കേട്ടു സത്വരം ഭിക്ഷുരൂപീ സസ്മിതം ചോദ്യം ചെയ്താൻ കമലാവിലോചനെ കമനീയാങ്കി നീയാരോമലെ ചൊല്ലിയിടു നിൻ കമിതാവാരെന്നതും നിഷ്ഠൂരജാതികളാം രാക്ഷസാരാധികളായ
ദുഷ്ടജന്തുക്കളുള്ള കാനന ഭൂമി തന്നിൽ നീയൊരു നാരീമണി താനെ വാഴുന്നതിനെന്താണ്? എന്തൊരായുധാപാണികളുമില്ലല്ലോ സഹായമായി. നിന്നുടെ പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ ഞാൻ എന്നുടെ പരമാർത്ഥം പറയുന്നുണ്ടു താനും. മേദിനി സുതായതു കേട്ടുരാ ചെയ്തിടിനാൻ. മേദിനി പതിവരനാം അയോധ്യാധിപതി വാട്ടമില്ലാത്ത ദശരഥനാം നിർഭാധിപൻ ജ്യേഷ്ഠനന്ദനായ രാമൻ അത്ഭുതവീര്യൻ തന്നെ ധർമ്മപത്നി ജനകാത്മജ ഞാനോ ധന്യനാമനൂജനു ലക്ഷ്മണനെന്നു നാമം. ഞങ്ങൾ മൂവരും പിതൃരാജ്ഞയാ തപസ്സിനായി ഇങ്ങു വന്നിരിക്കുന്നു. ദണ്ഡകാനനം തന്നിൽ 14 കഴിവോളം ജനം ഞാനോ അതിനോ പാത്തിയിടുന്നു. സത്യമെന്നറിഞ്ഞാലും നിന്തിരുവടിയെ ഞാൻ അറിഞ്ഞില്ലേതും എന്തിനായിരുന്നുള്ളി ചൊല്ലണം പരമാർത്ഥം. എങ്കിലോ കേട്ടാലും നീ മംഗലാശീലേ ബാലേ പങ്കജാവിലോചനെ പഞ്ചബാണാധിവാസേ പൗലസ്ത്യതനയനം രാക്ഷസരാജാവു ഞാൻ ത്രൈലോക്യത്തിങ്കലെന്നെ ആരറിയാതെയുള്ളൂ നിർമ്മലേ. കാമാപരിതപ്തനായി ചമഞ്ഞു ഞാൻ നിന്മൂലമതിന്നു നീ പോരണം മയാ സാഗം. ലങ്കയാം രാജ്യം മനോർ നാട്ടിലും മനോഹരം കിങ്കരനായന്തവ ലോകസുന്ദരീനാഥേ താപസവേഷം പൂണ്ട രാമനാൽ എന്തു ഫലം? താപം ഉൾക്കൊണ്ടു കാട്ടിലിങ്ങനെ വസിക്കേണ്ട ശരണാഗതനായോരനെ നീ ഭജിച്ചാലും അരുണാധരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും രാവണമാക്കിയ വാക്യമേവം കേട്ടതി ഭയത്തോടും ഭാവവൈവർണ്യം പൂണ്ടു ജാനകി ചൊന്നാൾ മന്ദം കേവലാമടുത്തിതു മരണം നിനക്കിപ്പോളെ വന്നീ ചൊല്ലുന്നാകിൽ ശ്രീരാമദേവൻ തന്നാൽ സോദരനോടും കൂടി വേഗത്തിൽ വരും ഇപ്പോൾ. മേദിനീപതി മമ ഭർത്ത രാമചന്ദ്രൻ തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശശത്തിനു കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ മൂഢാത്മാവേ. രാമബാണങ്ങൾ കൊണ്ടു മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴുവാനുള്ള കാരണം ഇതും ന്യൂനം. അങ്ങനെ സീതാവാക്യം കേട്ടു രാവണനും തിങ്ങിടും ക്രോധം പൂണ്ടു മൂർച്ഛിതനായ നേരം തന്നെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിപം ദശാനനം. വിശദീ മഹാഭുജം മഞ്ജനാശൈലാകാരം കാണായ നേരമുള്ളിൽ അഞ്ജസാ ഭയപ്പെട്ടു വനദേവതമാരും രാഘവ പത്നിയെയും തേരിലെടുത്തു വച്ചാകാശമാർഗേ ശീഘ്രം തോയിതു ദശാസ്യനും. മൽപ്രാണേശ്വര പാഹിമാം ഭയാതുരം രാഘവ രാമ സൗമിത്രേ കാരുണ്യാബ്ദേ. ഇത്തരം സീതാവിലാപം കേട്ട് പക്ഷീന്ദ്രനും സത്വരാമുദ്ധാനം ചെയ്തെത്തിനാൻ ജടായുവും. തിഷ്ഠതിഷ്ഠാഗ്രേ മമ സ്വാമി തൻ പത്നിയെയും കട്ടുകൊണ്ട് വീടേക്കു പോകുന്നു മൂഢാത്മാവേ. ധ്വരത്തിങ്കൽ ചെന്നു ശുനകൻ മന്ത്രം കൊണ്ടു ശുദ്ധമാമ്പുരോടാശം കൊണ്ടുപോകുന്ന പോലെ പദ്ധതി മധ്യേ പരമോദ്ധത ബുദ്ധിയോടും ദഗ്ധരാജനു ഒരു പത്രവാനായുള്ള ഒരു ക്രുദ്ധരാജനെ പോലെ ബദ്ധവൈരത്തിലോടതിക്രുദ്ധനായ അഗ്രേ ചെന്നു യുദ്ധവും തുടങ്ങിനാൻ. അബ്ധിയും പത്രാനിലക്ഷുബ്ധമായി ചമയുന്നി പത്രാനിലക്ഷുബ്ധമായി ചമയുന്നിതദ്രികാളിളകുന്നു വിദ്രുതാമതു നേരം. കാൽനഖങ്ങളെ കൊണ്ടു ജാപങ്ങൾ പൊടിപ്പെടുത്താനങ്ങളും കീറി മുറിഞ്ഞു വശം കെട്ടു. തീഷ്ണതുണ്ടാഗ്രം കൊണ്ടു തടം തകർത്തിതു കർഷണം കൊണ്ടു കൊന്നു വീഴ്ത്തിനാൻ അശ്വങ്ങളെ. രൂക്ഷത പെരുകിയ പക്ഷപാതങ്ങളേറ്റു രാക്ഷസപ്രവരനും ചഞ്ചലമുണ്ടായി വന്നു. യാത്രയും മുടങ്ങി മത്കീർത്തിയു മുടിഞ്ഞിതെന്നാത്തി പൂണ്ടുഴന്നൊരു രാത്രി ചാരീന്ദ്രനപ്പോൾ ധാത്രീപുത്രിയെ തത്ര ധാത്രിയിൽ നിർത്തിപ്പുനാര ഓർത്തുതൻ ചന്ദ്രഹാസമിളക്കി ലഘുതരം പക്ഷിനായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ അക്ഷിതി തന്നിൽ വീണാൻ അക്ഷമനായിട്ടവൻ. രക്ഷോനായകൻ പിന്നെ ലക്ഷ്മീദേവിയെയും കൊണ്ട് അക്ഷത ചിത്തത്തോടും ദക്ഷിണ നോക്കി മറ്റൊരു തേരിലേറി തെറ്റെന്നു നടാകൊണ്ടാൻ. മറ്റാരും പാലിപ്പാനിൽ ഉറ്റവാരായിട്ടെന്നോർത്തിറ്റു വീണിടുന്ന കണ്ണുനീരോടും അപ്പോൾ കച്ചർവാൾ കുഴലിയം ജാനകി ദേവി താനും ഭർത്താവു തന്നെ കണ്ടു.
വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞു തമനായ നിന്റെ ജീവനം പോകായികന്നു. പൃഥ്വിപുത്രിയും വരം പൃഥ്വിരാജനു നൽകി പൃഥ്വിമണ്ഡലമകന്ന ആശുമേൽപോട്ടു പോയാൽ. അയ്യോ രാഘവ ജഗന്നായകാദയാനിതേ, നീ എന്നെ ഉപേക്ഷിച്ചതെന്തിതു ഭർത്താവേ നാഥ. രക്ഷോനായകൻ എന്നെ കൊണ്ടിതാ പോയിടുന്നു, രക്ഷിതാവായിട്ടാരുമില്ലയ്യോ ഇല്ലെനിക്കയ്യോ ഭാവം. ലക്ഷ്മണ നിന്നോട് ഞാൻ പരുഷം ചൊന്നേനല്ലോ, രക്ഷിച്ചു കൊള്ളേണമേ ദേവാരേ ദയാനിധേ. രാമ രാമാത്മാ രാമ ലോകാഭിരാമ രാമ, ഭൂമിദേവിയും എന്നെ വെടിഞ്ഞാളിതൂകാലം. പ്രാണവല്ലഭേ പരിത്രാഹിമാം ജഗൽപദേ, കൗണപാധിപനെ കൊന്നു ഭക്ഷിക്കും മുമ്പേ സത്വരം വന്നു പരിപാലിച്ചു കൊള്ളേണമേ. സത്വവാരിധേ നാഥ, ഇത്തരം വിലാപിക്കും നേരത്ത് ശീഘ്രം രാമഭദ്രന് എത്തുമെന്ന ശങ്കയാ നക്തഞ്ചരൻ ചിത്തവേഗേന നടന്നിടിനാനതു നേരം. പുത്രിയും കീഴ്പോട്ടാശു നോക്കുന്ന നേരം അദ്രിനാഥാഗ്രേ കണ്ടു പഞ്ചവാനരന്മാരെ വിദ്രുതം വിഭൂഷണ സഞ്ജയമഴിച്ചു തന്നു തരീയാഥം. അഥ ഗണ്ഡം കൊണ്ടു ഖണ്ഡിച്ചു രാമഭദ്രനു കാണാൻ യോഗം വരികെന്ന കതാരിൽ സ്മൃത്വാ കീഴ്പോട്ടു നിക്ഷേപിച്ചിതു സീതാദേവി മതനം നക്തഞ്ചരനറിഞ്ഞീലതൂമപ്പോൾ. അബ്ധിയോ മുത്തീര്യ തൽപതനം ഗത്വാ തൂർണം ശുദ്ധാന്തമധ്യേ അശോകകാനനദേശേ ഭൂതലേ മഹാശിംശുപാതരാമൂലേ ഹൃദ്യമാരായ നിജാരക്ഷോനാരികളെയും നിത്യവും പരിപാലിച്ചു കൊള്ളുകെന്നുറപ്പിച്ചു. വ്യസ്ത്യമുൾപ്പുക്കു വസിച്ചിടിനൻ ദശാനനൻ. ഉത്തമോത്തമയായ ജാനകി പാതിവൃത്യമാശ്രിത്യ വസിച്ചിടിനാളതുകാലം. വസ്ത്രകേശാദികളും എത്രയും മലീനമായി വക്തവും കുമ്പിട്ടു സന്തപ്തമം ചിത്തത്തോടും രാമരാമേതി ജപധ്യാന നിഷ്ഠയാ ബഹൂയാമിനീ ജരകുലനാരികളുടെ മധ്യേ നീഹാന ശീതാതപവാദപീഠയും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവരാത്രം ലങ്കയിൽ വസിച്ചിതാതങ്കം ഉൾക്കൊണ്ടുമായ സങ്കടം മനുഷ്യ ജന്മത്തിൽ ആർക്കില്ലാത്തു ജാനകീ ജീവനസ്മരണം. ലക്ഷ്മണൻ അവിടുന്ന് അങ്ങോട്ട് നീങ്ങി ഉടനെ തന്നെ രാവണൻ വന്ന് ആ സീതാദേവിയുടെ അടുത്ത് ഒരു സന്യാസിയുടെ വേഷം കൊണ്ടുവന്ന് ആ സീതാദേവി അപ്പോൾ അല്പം മുമ്പ് ലക്ഷ്മണനോട് പറഞ്ഞതല്ല ഇവിടെ പറയണത്. ആ ഒരു വികാരത്തിൻ്റെ പുറത്ത് പറഞ്ഞ പോലെ ആ രാമൻ തിരിച്ചു വരും ലക്ഷ്മണനോടൊപ്പം, അതുവരെ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ രാവണൻ തൻ്റെ ആ സത്യം താൻ ആരാണെന്നുള്ള സത്യം ബോധിപ്പിച്ചു കൊടുത്തപ്പോൾ ഭയന്നുകൊണ്ട് പറഞ്ഞു, നിനക്ക് മരണം അടുത്തിരിക്കുകയാണ്, എൻ്റെ ഭർത്താവ് വന്ന് നിന്നെ വധിക്കും, വേഗം പോകണം എന്നെല്ലാം പറഞ്ഞു. പക്ഷേ അതൊക്കെ കേട്ടപ്പോൾ രാവണൻ എന്താ ചെയ്തത്, തൻ്റെ ആ വിശ്വരൂപം, ആ 10 തലകളും 20 കൈകളൊക്കെയുള്ള യഥാർത്ഥ രൂപത്തിനെ പ്രകടമാക്കി എന്ന് പറയണു. അത് കണ്ടപ്പോൾ ആ വനദേവതമാർക്ക് പോലും ഭയപ്പെട്ടു എന്നാണ് പറയണത്. അങ്ങനെ അതായത് തൻ്റെ ആസുരിക ഭാവത്തെ 10 തലകൾ 20 കൈകൾ എന്നൊക്കെ പറയുമ്പോൾ തൻ്റെ ആസുരിക ഭാവത്തെ മുഴുവനും അവിടെ പ്രകടമാക്കി എന്നാണ് അത്. അപ്പോൾ അതുകൊണ്ട് എന്നിട്ട് ആ സീതാദേവിയെ കൊണ്ടുപോകണു. തേരിൽ കൊണ്ടുപോകുമ്പോൾ ജടായു വഴിയിൽ വെച്ചിട്ട് തടയുകയാണ്. ജടായു തടഞ്ഞ് രക്ഷിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ആ ജടായുവിൻ്റെ ചിറകുകളൊക്കെ ഛേദിച്ചു കൊണ്ട് വീണ്ടും മറ്റൊരു തേരിൽ കൊണ്ടുപോകുമ്പോൾ ജടായുവിനോട് പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ കണ്ടിട്ട് എല്ലാ കാര്യം പറഞ്ഞിട്ടേ നിൻ്റെ പ്രാണൻ വെടിയുള്ളൂ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു കൊണ്ട് പോകണു. അപ്പോൾ അവർക്കൊക്കെ അറിയുന്നുണ്ട്. അപ്പോഴാണ് പറയുന്നത്, ലക്ഷ്മണ ഞാൻ നിന്നോട് ഇത് ക്രൂരമായിട്ട് സംസാരിച്ചില്ലേ എന്ന്. നമുക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരാൾ നമ്മളോടൊരു കാര്യം പറയുമ്പോൾ നമുക്കതൊന്നും ഉൾക്കൊള്ളില്ല. പിന്നീട് നമുക്കത് അപകടം വന്ന് വരുമ്പോൾ നമ്മൾ ഈശ്വര അന്ന്
അവർ പറഞ്ഞങ്ങനെ കേട്ടെങ്കിൽ എനിക്ക് ഇന്ന് ഇങ്ങനെ വരില്ലായിരുന്നല്ലോ എന്ന് പറയും. പക്ഷെ സംഭവിച്ചു കഴിഞ്ഞിട്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളിലേക്ക് വരുന്ന ഓരോ വാക്കുകളാകട്ടെ, നമ്മൾ കേൾക്കുന്നതോ കാണുന്നതോ ആയിട്ട് ഓരോ കാര്യങ്ങളാകുമ്പോൾ അതിനെ പറ്റിയിട്ട് നല്ല ആത്മസംയമനത്തോടു കൂടി വീണ്ടും വിചാരത്തോടു കൂടി ചിന്തിക്കണം. കാരണം ഓരോന്നിനും നമുക്ക് ഈശ്വരൻ ഒരു ഉപദേശം പകർന്നു വച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ ഇവിടെ ഇപ്പോഴാണ് വീണ്ടും വിചാരം വന്നിട്ട് കാര്യമുണ്ടോ, അപകടം പറ്റിയിട്ട്. അപ്പം അത് പറഞ്ഞതാ കരയണു. എന്നിട്ടതാ അത് കേട്ടപ്പോൾ, കരച്ചിൽ കേട്ടപ്പോൾ ആ രാവണൻ വേഗത്തിൽ തേരോടിച്ചു. കാരണം ആ രാമൻ വരുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് വേഗത്തിൽ തേരോടിച്ച സമയത്ത് തൻ്റെ ആഭരണങ്ങളെല്ലാം അഴിച്ചിട്ട് ഒരു ഉത്തരീയത്തിൻ്റെ ഒരു പകുതി കീറിയെടുത്തിട്ട് അതിൽ കെട്ടിയിട്ട് ശ്രീരാമചന്ദ്ര പ്രഭു കാണാനിട വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താഴേക്ക് ഇട്ടു. അപ്പോൾ അവിടെ ഒരു വലിയ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ 5 രാക്ഷസന്മാർ വാനരന്മാരിയ്ക്കണത് കണ്ടു. ആ വാനരന്മാരുടെ നേർക്കാണ് അത് ഇട്ട് കൊടുത്തത്. അങ്ങനെ ഇതാ പോണു. അവിടെ ചെന്ന് അവിടെ ലങ്കയിലെത്തിയിട്ട് അശോകവനികയിൽ ഇതാ ഒരു ഇലവുമരം എന്നാണ് പറയുക, ശിംശിപാവർഷം വൃക്ഷം എന്ന് പറഞ്ഞാൽ ഇലവുമരം എന്നാണ് പറയുക. അതിൻ്റെ ചുവട്ടിൽ ഇരുത്തിയിട്ട് രാക്ഷസ സ്ത്രീകളൊക്കെ ആയിട്ട് വിളിച്ചിട്ട് നല്ലോണം സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സീതാദേവി മലിനമായ വസ്ത്രത്തോടെ പാറിപ്പറന്ന മുടിയും ഒക്കെ ആയിട്ട് രാമനാമം മാത്രം ജപിച്ചുകൊണ്ട് ആഹാരനീഹാരാദികളും ഉറക്കമൊക്കെ ഇല്ല, ഒന്നും എല്ലാത്തിനും ഉപേക്ഷിച്ചുകൊണ്ട് കാറ്റും വെയിലും മഴയൊക്കെ സഹിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞുകൂടണു എന്നുള്ള ഭാഗം വരെ വായിച്ചു. ഇനി അടുത്ത ഭാഗം പാരായണം ചെയ്യാം. രാമനും മൃഗവേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണം മാരീജാസുരാമേതു കൊന്നു. വേഗേന നടകൊണ്ടാനാശ്രമം നോക്കി ആഗമക്കാതലായ രാഘവൻ തിരുവടി 4-5 ശരപ്പാടു നടന്നോരനന്തരം ബാലകൻ വരവീഷ ദൂരവേ കാണായി വന്നു. ലക്ഷ്മണൻ വരുന്നത് കണ്ടു രാഘവൻ താനും ഉൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം. ലക്ഷ്മണൻ വരണം കണ്ടപ്പോൾ തന്നെ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് ശ്രീരാമചന്ദ്ര പ്രഭുവിന് മനസ്സിലായി. എങ്കിലും ആ മനുഷ്യൻ്റെ അതേ ഭാവത്തോ ഒരു മാനുഷിക ഒരു നടൻ ഒരു വേഷം എടുത്ത് അണിഞ്ഞു കഴിഞ്ഞാൽ ആ നടൻ എങ്ങനെയാണോ ആ വേഷം ഏറ്റവും ഗംഭീരമായിട്ട് അഭിനയിക്കേണ്ടത്, അതുപോലെ ഇവിടെ ശ്രീരാമചന്ദ്ര പ്രഭു ഒരു മാനുഷവേഷം ധരിച്ചത് കൊണ്ട് ആ വേഷത്തിലിരുന്നു കൊണ്ട് ഏറ്റവും ഗംഭീരമായിട്ട് അഭിനയിക്കണം. ആ അഭിനയ രംഗങ്ങളും നമുക്ക് പലതും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനുള്ളതാണ്. പല വിധത്തിലുള്ളതും നമുക്ക് ഓരോന്നും നമ്മുടെ രാമായണത്തിലെ ഓരോ വരികളിലൂടെയും നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അത് ചിന്തിച്ചാൽ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് സാധിക്കും. ലക്ഷ്മണനേതുമറിഞ്ഞില്ലല്ലോ പരമാർത്ഥം മികാലാമിവനെയും വഞ്ചിക്കുന്ന ദേവരു രക്ഷോനായകൻ കൊണ്ടുപോയതുമായ സീത ലക്ഷ്മിയെയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു, ലക്ഷ്മീ ദേവിയെയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു. അഗ്നിമണ്ഡലത്തിങ്കൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണൻ അറിഞ്ഞാൽ ഇക്കാര്യവും വന്നുകൂടാ. ദുഃഖിച്ചുകൊള്ളൂ ഞാനും പ്രാകൃതാനെന്ന പോലെ മൈക്കണ്ണി തന്നെ തിരഞ്ഞാശു പോയി ചെല്ലാമല്ലോ രക്ഷോ നായകനുടെ രാജ്യത്തിലെന്നാൽ പിന്നെ തൽകുലത്തോടും കൂടെ രാവണൻ തന്നെ കൊന്നാൽ അഗ്നിമണ്ഡലെ വാഴും സീതയെ സത്യവ്യാജാൽ കൈക്കൊണ്ടു പോകാം അയോധ്യയ്ക്കു വൈകാതെ. പിന്നെ അക്ഷയാധർമ്മത്തോടു രാജ്യത്തെ വഴി പോലെ രക്ഷിച്ചു കിഞ്ചിത് കാലം ഭൂമിയിൽ വസിച്ചിടാം. പുഷ്കരോത്ഭവാനിത്തം പ്രാർത്ഥിക്കാൻ നിമിത്തമായി അർക്കവംശത്തിൽ ഞാൻ മധ്യനായി പിറന്നതും മായാമാനുഷനാകും എന്നുടെ ചരിതവും മായാവൈഭവങ്ങളും കേൾക്കയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചെയ്യും
അത്യൻ അപ്രയാസേന മുക്തിയും സിദ്ധിച്ചിടുമില്ല സംശയാമേതും. ആകയാൽ ഇവനെയും വഞ്ചിച്ചു ദുഃഖിപ്പൂ ഞാൻ പ്രാകൃത പുരുഷനെ പോലെ എന്ന കഥാരിൽ നിർണയിച്ചവരജനവനോടരുൾ ചെയ്തിടിനാൻ. പർണശാലയിൽ ആരൊരു തുണയുള്ളൂ. അപ്പം ഭഗവാന്റെ ഇതാണ് ഭഗവാൻ പറയാണ്, ഭൂമിയിൽ മർത്യനായിട്ട് വന്നാൽ തൻ്റെ ആ വേഷം നന്നായിട്ട് അഭിനയിക്കുക തന്നെയാണ് വേണ്ടത്. അപ്പോൾ അത് വേണ്ടതുപോലെ ആവണം. ആ ദുഃഖത്തെ പരിഭ്രമം ദുഃഖവും ഒക്കെ കൂടി അഭിനയിച്ചുകൊണ്ട് ചോദിച്ചു, അല്ല നീ ഇങ്ങോട്ട് വന്നാൽ സീതയുടെ അടുത്ത് ആരാളേ എന്ന് ചോദിക്കണു. എന്തിനിങ്ങോട്ട് പോന്നു ജാനകി തന്നെ ബലാൽ, എന്തിനോ വെടിഞ്ഞു നീ രാക്ഷസരവളെയും കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ. കണ്ട അരുതാത്തതോർത്താൽ അഗ്രജവാക്യമേകം കേട്ടു ലക്ഷ്മണൻ താനും അഗ്രേ നിന്നുടനുടൻ തൊഴുതു വിവശനായി ഗദ്ഗദാക്ഷരാമുരാ ചെയ്തിതു ദേവിയുടെ ദുർഗ്രഹവചനങ്ങൾ ബാഷ്പവും തൂകി. ഹാ ലക്ഷ്മണ പരിത്രാഹി സൗമിത്രേ ശീഘ്രം. ഹാ രാക്ഷസനെന്നെ നിഗ്രഹിച്ചിടും ഇപ്പോൾ. ഇത്തരം നക്തഞ്ചരൻ തൻ വിലാപങ്ങൾ കേട്ടു മുഗ്ധഗാത്രിയന്തവാനാഥമെന്നുറക്കയാൽ അത്യർത്ഥം പരീതാപം കൈക്കൊണ്ട് വിലാപിച്ചു. സത്യരൻ ചെന്നു രക്ഷിച്ചിടണമെന്നരുൾ ചെയ്താൻ. ഇത്തരം നാദം മമാ ഭ്രാതാവിനുണ്ടായി വരാതിത്തമോഹവും വേണ്ട. സത്യമെന്നറിഞ്ഞാലും രാക്ഷസനുടമായ ഭാഷിതാമിതു നൂനം. കാൽക്ഷണം പൊറുക്കെന്നു ഞാൻ പല ഒരു ചൊന്നാൽ എന്നതു കേട്ടു ദേവിയും. പിന്നെയും ചെയ്താൾ എന്നോടു പലതേരം എന്നിവയെല്ലാം ഇപ്പോൾ നിൻതിരു മുമ്പിൽ നിന്നു ചൊല്ലാൻ പണി എന്നാൽ സന്താപത്തോടു ഞാനും കർണങ്ങൾ പൊട്ടിക്കൊണ്ടു ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി നിന്തിരുമലരടി വന്ദിപ്പാൻ വിടാകൊണ്ടേൻ. അപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നെങ്ങനെ കർണശൂലമായ വാക്കുകളെ കൊണ്ട് പറഞ്ഞപ്പോൾ എനിക്കത് കേട്ടു നിൽക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഈശ്വരഹിതം പോലെ സംഭവിക്കട്ടെ, വനദേവതന്മാരെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് അവരോടൊക്കെ സംരക്ഷിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങയുടെ പാദത്തിലെ അടുത്തേക്ക് ഓടി വന്നതാണ് എന്ന് പറഞ്ഞു. എങ്കിലും പിഴച്ചിതു പോന്നിതു സൗമിത്രേ നീ ശങ്കയുണ്ടായിടാമോ ദുർവചനങ്ങൾ കേട്ടാൽ. ജോഷന്മാരുടെ വാക്കു സത്യമെന്നോർക്കുന്നവൻ ഭോഷനെത്രയുമെന്നു നീ അറിയുന്നതില്ലേ. രാക്ഷസാംബരീഷകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തതെന്നറിയില്ല. അപ്പോൾ പറയാണ്, കഷ്ടം ലക്ഷ്മണ, ഈ ദുർവാക്കുകൾ കേട്ടാൽ നിനക്കിങ്ങനെ സംശയം തോന്നാൻ പാടുമോ? സ്ത്രീകളുടെ വാക്ക് സത്യമെന്ന് കരുതുന്ന അവർ ഭോഷന്മാരല്ലേ, അവർ പറയണത് കേട്ടിട്ട് നീ ഇങ്ങനെ ചാടി പുറപ്പെടാൻ പാടുമോ എന്ന് ചോദിക്കണം. അപ്പോൾ നമ്മളും അതെ, മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാണ്ട് ചാടി പുറപ്പെട്ട ഒന്നും ചെയ്യരുത്. ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ നല്ലോണം മനസ്സിരുത്തണം എന്നത് ഭഗവാൻ ഇവിടെ കാണിച്ചു തരികയാണ്. ഭക്ഷിച്ചു കളകയോ ചെയ്തതെന്നറിഞ്ഞില്ല. ഇങ്ങനെ നിനച്ചുടൻ ഉടജാന്തർഭാഗത്തിങ്കൽ ചെന്നെങ്ങുമേ നോക്കിക്കാണാൻ ആകുലപ്പെട്ടു രാമൻ. ദുഃഖഭാവവും കൈക്കൊണ്ടത്രയും വിലപിച്ചാൻ. നിഷ്കളനാത്മാരാമൻ നിർഗുണനാത്മാനന്ദൻ. ഹാഹാ വല്ലഭേ സീതേ, ഹാഹാ മൈഥിലീനാഥേ, ഹാഹാ ജാനകീ ദേവി, ഹാഹാ മൽപ്രാണേശ്വരി. എന്നെ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കയോ ധന്യേ നീ വെളിച്ചത്തു വന്നിടൂ മടിയാതെ. ഇത്തരം പറകയും കാനനം തോറും നടന്നത്തൽ പൂണ്ട് അന്വേഷിച്ചും കാണാഞ്ഞു വിവശനായി. വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു, വനജേക്ഷണയായ സീതയെ സത്യം ചൊൽവിൻ. മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു, മൃഗലോചനയായ ജാനകീപുത്രി തന്നെ. പക്ഷിസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു, പത്മലാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം. വൃക്ഷവിന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം. പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു. ഇഥമോരോന്നേ പറഞ്ഞത്രയും ദുഃഖം പൂണ്ടു. സത്വരം നീളെ തിരഞ്ഞെങ്ങുമേ കണ്ടീലല്ലോ. സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം സർവകാരണാനേകനചലം പരിപൂർണൻ നിർമ്മലൻ നിരാകാരൻ നിരഹങ്കാരൻ നിത്യൻ ചിന്മയേന ഖണ്ഡാനന്ദാത്മകൻ ജഗന്മയൻ മായയാ മാനുഷഭാവേന ദുഃഖിച്ചീടിനാൻ.
കാര്യമാനുഷൻ മൂഢാത്മാക്കളെ ഒപ്പിപ്പാനായി തത്വജ്ഞന്മാർക്ക് സുഖദുഃഖങ്ങളൊന്നും ചിത്തേ തോന്നുകയില്ല അജ്ഞാനമില്ലായ്കയാൽ. ശ്രീരാമദേവനെ വന്തിരഞ്ഞു നടക്കുമ്പോൾ തേരഴിഞ്ഞുടഞ്ഞു വീണാകുലാമടവിയിൽ ശസ്ത്രജാപങ്ങളോടും കൂടവേ കിടക്കുന്നത് എത്രയോ മടുത്തു കാണാ ഇതു മധ്യേ മാർഗം. അന്നേരം സൗമിത്രിയോടരുളി ചെയ്തു രാമൻ, ഭിന്നമായൊരു രഥം കാണടോ കുമാരനീ, തന്നാങ്കി തന്നെയൊരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യരാക്ഷസൻ അവനോട് ചെയ്തിടിനാൻ. അന്നേരമഴിഞ്ഞ തേർക്കോപ്പിതാ കിടക്കുന്നു എന്നു വന്നിടാം അവർ കൊന്നാരോ ഭക്ഷിച്ചാരോ. അപ്പം ഇത് കാണുമ്പോൾ പറയും ഏതോ ഒരു രാക്ഷസൻ സീതയെ കൊണ്ടുപോകുമ്പോൾ വേറൊരു രാക്ഷസൻ വന്നിട്ട് അങ്ങനെ അവരോട് തമ്മിൽ യുദ്ധം ചെയ്തിട്ടാണ് ഈ തേരൊക്കെ അങ്ങനെ പൊട്ടിക്കിടക്കണേ. ആ സീതയെ അവർ കൊന്നു ഭക്ഷിച്ചു എന്നൊക്കെ ആർക്കറിയാം എന്ന് കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ശ്രീരാമനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയാനകം. ജാനകി തന്നെ തിന്നു തൃപ്തനായൊരു യാദൂദാനനി കിടക്കുന്നത് അത്ര നീ കണ്ടില്ലയോ? കൊല്ലുവാനിവേനെ ഞാൻ വൈകാതെ ബാണങ്ങളും വില്ലിങ്ങു തന്നിടുന്നു എന്നത് വില്ലുമിങ്ങാശു തന്നിടുന്നതു കേട്ട നേരം വിത്രസ്തഹൃദയനായി പക്ഷിരാജനും തൊന്നാൽ വധ്യനല്ലഹം തവാ ഭക്തനായൊരു ദാസൻ മിത്രമെത്രയും തവാദാതനു വിശേഷിച്ചും സ്നിഗ്ധമായിരിപ്പോരു പക്ഷിയാം ജടായു ഞാൻ ദുഷ്ടനാം ദശമുഖൻ നിന്നുടെ പത്നി തന്നെ കട്ടുകൊണ്ട് ആകാശേ പോകുന്നേരമറിഞ്ഞു ഞാൻ പെട്ടെന്നു ചെന്നു തടുത്തവനെ യുദ്ധം ചെയ്തു മുട്ടിച്ചു തേരും വില്ലും പൊടിച്ചു കളഞ്ഞപ്പോൾ വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൾ ഞാനും ഇപ്പോൾ പുഷ്ടതേ വേദനയോടെ ഭൂമിയിൽ വീണേനല്ലോ. നിന്തിരുവടിയെ കണ്ടൊഴിഞ്ഞു മരിക്കായി നിന്ദിരാദേവിയോട് വരവും വാങ്ങിക്കൊണ്ടേൻ. തൃക്കൺ പാർക്കേണമെന്നെ കൃപാനിധേ തൃക്കഴാലിണ നിത്യം ഉൾക്കാമ്പിൽ വസിക്കണം. ഇത്തരം ജടായുധൻ വാക്കുകൾ കേട്ടു നാഥൻ ചിത്തകാരുണ്യം പൂണ്ടു ചെന്നടുത്തിരുന്നു തൻ തൃക്കൈകൾ കൊണ്ടു തലോടിനാൻ അവനുടൽ ദുഃഖാശ്രുപരിപ്ലുതനായ തലോടും രാമചന്ദ്രൻ ചൊല്ലഹോ മമ വല്ലഭ വൃത്താന്തം നീ എല്ലാമേ എന്നതു കേട്ടു ചൊല്ലിനാൻ ജടായുവും. രക്ഷോനായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണാദിശി കൊണ്ടുപോയേനെന്നറിഞ്ഞാലും ചൊല്ലുവാനില്ല ശക്തി മരണപ്പീഡയാലേ നല്ലതു വരുവതിനായി അനുഗ്രഹിക്കണം. നിന്തിരുവടി തന്നെ കണ്ടിരിക്കവേ ദണ്ഡമറ്റിയിടും വണ്ണം മരിക്കാൻ അവകാശം വന്നതു ഭവത്കൃപാപാത്രമാകയാലഹം പുണ്യപുരുഷോത്തമാദയാനിധേ നിന്തിരുവടി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു പരമാനന്ദാത്മന പരമാത്മാ മായാ മാനുഷാരൂപി സന്തതാമന്തർഭാഗേ വസിച്ചിടുക വേണം. നിന്തിരുമേനി ഘനശ്യാമളാമഭിരാമം അന്ത്യകാലത്തീങ്കലീവണ്ണം കാണായ മൂലം ബന്ധവും മറ്റു മുക്തനായ ഞാൻ എന്നു നൂനം ബന്ധുഭാവേനാദാസനായോ ആകിയോരടീയനെ സമാതൃക്കരതലം തന്നാൽ ബന്ധുവത്സലാമന്തം തൊട്ടരുളണമെന്നാൽ നിന്തിരു മലരണിയോട് ചേർന്നിടാമല്ലോ. ഇന്ദിരാപതി അത് കേട്ടുടൻ തലോടിനാൻ മന്ദമന്ദം പൂർണ്ണാനന്ദം ഹരേ കൃഷ്ണ മന്ദമന്ദം പൂർണ്ണാനന്ദം വന്നിടും വണ്ണം അന്നേരം പ്രാണങ്ങളെ ത്യജിച്ചു ജടായുവും. മഞ്ഞിടം തന്നിൽ വീണ നേരത്തു രഘുവരൻ കണ്ണുനീർ വാർത്തു ഭക്തവാത്സല്യപരവശ അർണജാനേത്രൻ മിത്രമാം പക്ഷീന്ദ്രനെ ഉത്തമാംഗത്തെ ഉത്സംഗസിംനി ചേർത്ത് ഉത്തരകാര്യാർത്ഥമായി സോദരനോട് ചൊന്നാൻ കഷ്ടങ്ങൾ കൊണ്ടുവന്നു നല്ല രോചിത തീർത്തു കൂട്ടണമഗ്നി സംസ്കാരത്തിനു വൈകിടാതെ ലക്ഷ്മണനതു കേട്ടു ചിതയും തീർത്തിടിനാൽ ലക്ഷണം
കുളിച്ചു സംസ്കാരവും ചെയ്തു, പിന്നെ സ്നാനവും കഴിച്ചു, ക്രിയാദിയും ചെയ്തു. കാനനെ തത്ര മൃഗം വധിച്ചു, മാംസഖണ്ഡം പുല്ലിന്മേൽ വച്ചു, ജലാദികളും നൽകിയിടിനാൻ നല്ലൊരു ഗതിയവനുണ്ടാവാൻ പിത്രർത്ഥമായി. പക്ഷികളിവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും, പക്ഷീന്ദ്രൻ ഇതുകൊണ്ടു തൃപ്തനായി ഭവിച്ചാലും, കാരുണ്യമൂർത്തി കമാലക്ഷണൻ മധുവൈരി സാരൂപ്യം ഭവിക്കുന്നു സാദരാമരുൾ ചെയ്തു. അന്നേരം വിമാനമാരുഹ്യ ഭാസുരം ഭാനുസന്നിഭം ദിവ്യരൂപം പൂണ്ടൊരു ജടായുവും ശംഖാരീഗതാ പത്മ മകുട പീതാംബരാദി അങ്കിതാരൂപം പൂണ്ടു വിഷ്ണുപാർഷദന്മാരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ടു മുനികളാൽ. തേജസാ സകല ദിവ്യാപ്തമായി കാണായി വന്നു. ദിവ്യാപ്തനായി കാണായി വന്നു. സന്നദ്ധഗാത്രത്തോടു മുയരെ കുപ്പിത്തൊഴുതു ഉന്നത ഭക്തിയോടെ രാമനെ സ്തുതി ചെയ്താൻ. ജാനകി ജീവന സ്മരണം. വഴിയിൽ വീണ് കിടക്കുന്ന ജടായുവിനെ കണ്ട് വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഭഗവാൻ തന്നെ ആ ജടായുവിനെ തൻ്റെ കൈകളെ കൊണ്ട് തലോടി ആ ജീവൻ ആ ശരീരത്തിൽ നിന്ന് വേർപെട്ടു. ആ ശരീരത്തിനെ ഭഗവാൻ തന്നെ അതിൻ്റെ ക്രിയകളും ഒക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവിടെ ആ സാരൂപ്യമുക്തിയാണ് അവിടെ ജടായുവിന് കൊടുത്തത്. അപ്പോൾ ആ വിഷ്ണു പാർഷദന്മാരാൽ സേവിക്കപ്പെട്ട് വിഷ്ണു സ്വരൂപത്തോട് കൂടിയിട്ട് ആ ജടായുവിനെ കാണാൻ സാധിച്ചു. ആ ജടായു സ്തുതിക്കണ സ്തുതിയാണ് ഇനി വായിക്കണത്. അഗണ്യഗുണാമാദ്യം അവ്യയമപ്രമേയം അഖിലാ ജഗസൃഷ്ടിസ്ഥിതി സംഹാരമൂലം പരമം പരാപരമാനന്ദം പരമാത്മനം വരദാമഹം പ്രണതോസ്മി സന്തതം രാമം. വിക്ഷപിതാമരാശുചം മഹിതാവധി ഇന്ദിരാമനോഹരം. ഹരേ കൃഷ്ണ. ഹരേ രാമ ഹരേ കൃഷ്ണ ജാനകി ജീവന സ്മരണം. അഗണ്യഗുണാമാദ്യമവ്യയമപ്രമേയം അഖിലാ ജഗത്സൃഷ്ടിസ്ഥിതി സംഹാരമൂലം പരമം പരാപരമാനന്ദം പരമാത്മാനം വരദാമഹം പ്രണതോസ്മി സന്തതം രാമം മഹിതാ കടാക്ഷ വിക്ഷപിതാ അമരാശുചം മഹിതാവിധി ഇന്ദിരാമനോഹരം ശ്യാമളം ജടാമകുടോജ്വലം ചാപശരാ കോമളാകരാംബുജം പ്രണതോസ്മ്യഹം രാമം. ഭുവനകമനീയരൂപപീഡിതം ചതാരവിഭാസുരാ അഭീഷ്ടപ്രദം ശരണദം സുരപാദപാമൂലരചിതനിലയനം സുരസഞ്ജയ സേവ്യം പ്രണതോസ്മ്യഹം രാമം. ഭവഗാനനാദവദഹനാമനാമധേയം ഭവപങ്കജാ ഭവാമുഖദൈവതം ദേവം ധനുജാപതി കോടി സഹസ്രാവിനാശനം മനുജാകാരം ഹരിം പ്രണതോസ്മ്യഹം രാമം. ഭവഭാവനാദൂരം ഭഗവത്സ്വരൂപിണം ഭവഭീവിരഹിതം മുനിസേവിതം പരം ഭവസാഗരതരണാംഘ്രിപോതകം നിത്യം ഭവനാശയാനിശം ഭവനാശയാനിശം പ്രണതോസ്മ്യഹം രാമം. ഗിരിശാഗിരിസുധാഹൃദയാംബുജാവാസം ഗിരിനായകധരം ഗിരിപക്ഷാരിസേവ്യം
സുരസഞ്ജയാതനുജേന്ദ്രസേവിതാപാദം സുരഭാമണീനിഭം പ്രണതോസ്മ്യഹം രാമം പരതാരഥാപരിവർജിതാമനീക്ഷിണം പരമാപൂരുഷാഗുണാഭൂതിസന്തുഷ്ടാത്മനം പരലോകൈകാഹിത നിരതാത്മാനം സേവ്യം പരമാനന്ദമയം പ്രണതോസ്മ്യഹം രാമം സ്മിതസുന്ദരാ വികസിതവക്ത്രാംബോരുഹം സ്മൃതിഗോചരാ അസിതാംബുധകളേപരം സിതപങ്കജാചാരുനയനം രഘുവരം ക്ഷിതീനന്ദിനീവരം പ്രണതോസ്മ്യഹം രാമം ജലപാത്രൗഘാസ്ഥിതിരവിമണ്ഡലം പോലെ സകലാചരാചരാ ജന്തുക്കളിൽ വാഴും പരിപൂർണാത്മാനം പരിപൂർണാത്മാനം അമലമവ്യയാമേകം പരമം പരാപരം പ്രണതോസ്മ്യഹം രാമം വിധിമാധവാ ശംഭൂരൂപഭേദേന ഗുണ ത്രിതയാ വിരാജിതം കേവലം വിരജന്തം ത്രിദശാമുനീജന സുതം അവ്യക്താമചം ക്ഷിതിജാ മനോഹരം പ്രണതോസ്മ്യഹം രാമം മന്മഥാശതാകോടി സുന്ദരാകളേപരം ജന്മനാശാദിഹീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മകർമാധാരം അപ്യനാധാരം നിർമ്മലാമാത്മാരാമം പ്രണതോസ്മ്യഹം രാമം ഈ സ്തുതി കേട്ടു രാമചന്ദ്രനും പ്രസന്നനായി പത്രീന്ദ്രൻ തന്നോടരുൾ ചെയ്തു മധുരമായി അസ്തുതേ ഭദ്രം ഗച്ഛ പദം മേ വിഷ്ണു വരം ഈ സ്തോത്രമെഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവന് വന്നിടും സാരൂപ്യം പക്ഷീന്ദ്ര നിന്നെപ്പോലെ മൽപരായണനായാൽ ഇങ്ങനെ രാമവാക്യം കേട്ടോരു പക്ഷിശ്രേഷ്ഠൻ അങ്ങനെ തന്നെ വിഷ്ണുരൂപം പ്രാപിച്ചു പോയി ബ്രഹ്മപൂജിതനായ പദവും പ്രാപിച്ചതേ നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ. പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി ഖിന്നനായി വനാന്തരം പ്രാപിച്ചു സുഖത്തോടും അന്വേഷിച്ചു ഓരോ ദിശി സീതയെ കാണായികയായി സന്നധൈര്യേണ വനമാർഗെ സഞ്ചരിക്കുമ്പോൾ രക്ഷോരൂപത്തോടൊരു സത്വത്തെ കാണായി വന്നു. ദർശനാമേവൻ രാമചന്ദ്രൻ അരുൾ ചെയ്താൻ വക്ഷസീവദനവും യോജനാബാഹുക്കളും ചക്ഷുരാദികളുമില്ലെന്തൊരു സത്വമിതം. ലക്ഷ്മണ കണ്ടായോ, നീ കണ്ടോളം ഭയമുണ്ടാം ഭക്ഷിക്കും ഇപ്പോൾ ഇവൻ നമ്മെ എന്നറിഞ്ഞാലും പക്ഷിയും മൃഗവുമല്ലത്രയും ചിത്രം വക്ഷസി വക്രം കാലും തലയുമില്ലതാനും രക്ഷസു പിടിച്ചുടൻ ഭക്ഷിക്കും മുമ്പേ നമ്മെ രക്ഷിക്കും പ്രകാരവും കണ്ടീല നിരൂപിച്ചാൽ തൽഭുജ മധ്യസ്ഥന്മാരായതു കുമാരനാം കൽപ്പിതം ദാതാവിനാൽ ദാതാവിനാൽ എന്തെന്നാലതും വരും. രാഘവാനേവം പറഞ്ഞിടിനോരനന്തരം ആകുലാമകന്നൊരു ലക്ഷ്മണനുര ചെയ്ത. ഇവിടെ ഓരോരോ രംഗങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇതുവരെ ഒരു രാക്ഷസനെയൊക്കെ കണ്ടാൽ സീത കൂടെ ഉണ്ട്, സീതയെ രക്ഷിക്കണം അല്ലേ, നമ്മൾക്ക് ആ മനസ്സിൽ അത്രയും ധൈര്യമുണ്ട്. നമുക്ക് നമ്മുടെ കൂടെ സീതയുണ്ട്, സീതയെ രക്ഷിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏത് വിധത്തിലും ഒരു ഭയമില്ലാണ്ട് ആ രാമനൊരു ഭയം ഉണ്ടായിട്ടില്ല. രാമൻ ആ ധൈര്യത്തോട് കൂടിയിട്ട് എല്ലാത്തിനെയും നേരിടാൻ രാമന് സാധിച്ചു. പക്ഷേ ആ ഒരു ശക്തി എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെ നമ്മൾ വികാരങ്ങളെ കൊണ്ടും വിവേകങ്ങളെ കൊണ്ടും നമ്മുടെ മനസ്സ് പതറുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് എത്ര ഇതുണ്ടെങ്കിലും നമുക്കൊരു വിഷമമുള്ള കാര്യം, ദുഃഖമുള്ള കാര്യം കേട്ടാൽ പിന്നെ നമുക്ക് കയ്യും കാലും വരച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ഗ്ലാസ് വെള്ളം എടുക്കുമ്പോഴേക്കും അത് കയ്യിൽ നിന്ന് താഴെ വീണ് പോണ അവസ്ഥ അല്ലേ. അതെന്തുകൊണ്ടാണ്? ആ മനസ്സ് ചപലമാവുമ്പോഴാണ്. അപ്പോൾ എത്ര ധൈര്യശാലി ആയാലും എത്ര ശക്തിശാലി ആയാലും വേണ്ടത് വേണ്ടപ്പോൾ തോന്നാണ്ട് പോവും. എന്തുകൊണ്ടാണ്? ആ വികാരം നമ്മളെ കീഴടക്കുമ്പോൾ, വിവേകം നഷ്ടപ്പെട്ടിട്ട് വികാരത്തോട് കൂടിയിട്ടിരിക്കുന്ന സമയത്ത് ആ ശക്തിയൊക്കെ നഷ്ടപ്പെട്ടു പോണ പോലെയാണ്. അപ്പോൾ ആ രാമചന്ദ്രനോടുള്ള ആ പ്രേമവും
ആ ഭക്തിയും ഒക്കെ ആ സ്നേഹം ഒക്കെ ഉണ്ടല്ലോ, അത് ലക്ഷ്മണനെ കരുത്തനാക്കണം. ഇതുവരെ ലക്ഷ്മണനെയും സീതയും ആരും രക്ഷിച്ചു? രാമൻ രക്ഷിച്ചു. അപ്പോൾ രാമൻ തളർന്ന പോലെ തോന്നിയപ്പോൾ ഏത് വിധത്തിലും അല്ലെ നമ്മളുടെ ഒരു ഇതിൽ കാണാല്ലേ, കുറ്റി ഒലിക്കണ വെള്ളത്തിൽ കുഞ്ഞുങ്ങളാരെങ്കിലും വീണാൽ നീന്താൻ പോലും അറിയാത്തവർ ചിലപ്പോൾ ചാടി രക്ഷിക്കണ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് രക്ഷിക്കണമെന്ന് വെച്ചാൽ ആ കുഞ്ഞിലുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് ആ കുഞ്ഞിനെ രക്ഷിക്കണം എന്നുള്ളത് കൊണ്ട് അറിയാണ്ടെടുത്ത് ചാടിപ്പോയി രക്ഷിക്കണം. അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നീന്തലൊന്നും അത്ര അറിയില്ലെങ്കിലും പോലെ അത് കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ള ആലോചിച്ചിട്ട് ഭയപ്പെടണവരുമുണ്ട്. അതുപോലെ ഇവിടെ രാമൻ ആ വികാരത്തിൽ അടിമപ്പെട്ടിട്ട് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണെന്ന് ഓരോ രംഗങ്ങളിലൂടെയും ഭഗവാൻ കാണിച്ചു തരും. ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നമ്മൾ ആ വികാരത്തിന് അടിമപ്പെട്ടാൽ നമുക്ക് വിവേകബുദ്ധിയൊക്കെ നഷ്ടപ്പെടും. വേണ്ടതുപോലെ ചെയ്യാൻ നമുക്ക് തോന്നില്ല എന്നുള്ളത് രാമൻ അവിടെ ആചരിച്ച് കാണിച്ചു തരിക നമുക്ക്. അപ്പം ലക്ഷ്മണൻ പറയണു, പോരും വ്യാകുലഭാവം എന്തിനു വിചാരിപ്പാനോരോരോ കരം ഛേദിക്കണം നാം ഇരുവരും. തൽക്ഷണം ഛേദിച്ചിതു ദക്ഷിണാഭുജം രാമൻ. ലക്ഷ്മണൻ വാമകരം ഛേദിച്ചാനതു നേരം രക്ഷോവാര വീരനുമതി വിസ്മയം പൂണ്ടു രാമ. ലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൻ ഭയത്തോടെ, മൽഭുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരായി ഭുവനത്തിങ്കൽ ആരുമുണ്ടായില്ലിതിൻ കീഴിൽ. അത്ഭുതാകാരന്മാരം നിങ്ങളാരിരുവരും സൽപുരുഷന്മാരെന്നു കൽപ്പിച്ചിടുന്നേന്നു ഞാനും. ഘോരാകാനന പ്രദേശത്തിങ്കൽ വരുവാനും കാരണമെന്തോ നിങ്ങൾ സത്യം ചൊല്ലുക വേണം. ഇത്തരം കബന്ധവാക്യങ്ങൾ കേട്ടോരു പുരുഷോത്തമൻ ചിരിച്ചുടാൻ ഉത്തരാമരുൾ ചെയ്തു. കേട്ടാലും ദശരഥനാം അയോധ്യാധിപതി ജ്യേഷ്ഠനന്ദനേനഹം രാമനെന്നല്ലോ നാമം. സോദരാനിവൻ മമ ലക്ഷ്മണനെന്നു നാമം. സീതയെന്നുണ്ടു മമ ഭാര്യയായൊരു നാരി പോയിതു ഞങ്ങൾ. നായാട്ടിന്നതു നേരം മായാവി നിശാചരം കട്ടുകൊണ്ടങ്ങ് പോയാൻ കാനനം തോറും ഞങ്ങൾ. തിരഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നെ യതി ഭീഷണവേഷത്തോടും പാണികൾ തവ വേഷ്ടിതാന്മാരാകയാൽ പ്രാണരക്ഷാത്രം ഛേദിച്ചിടിനൻ കരങ്ങളും. ആരടോ വികൃതരൂപം ധരിച്ചോരു ഭവാൻ നേരോടെ പറകുന്നു രാഘവൻ ചോദിച്ചപ്പോൾ. സന്തുഷ്ടാത്മന പറഞ്ഞിടിനാൻ കബന്ധനും, നിന്തിരുവടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനഹം. നിന്തിരുവടി തന്നെ മുന്നിലമ്മാറു കാണായി വന്നൊരു നിമിത്തമായി ദിവ്യനായിരിപ്പോരു ഗന്ധർവൻ അഹം രൂപയൗവനാദർപ്പിതനായി സഞ്ചരിച്ചിടും കാലം. സുന്ദരീജനമനോധൈര്യവും പൂണ്ടു ഹരിച്ച് അതിസുന്ദരനായോരു ഞാൻ ക്രീഡിച്ചു നടക്കുമ്പോൾ. അഷ്ടാവക്രനെ കണ്ടു ഞാൻ അപഹസിച്ചിതു ദുഷ്ടരായി മഹാമുനി ശാപവും നൽകിയിടിനാൻ. കണ്ടോ, ഇതും അതെ, ആരായിരുന്നു? ഗന്ധർവനായിരുന്നു. ആ ഗന്ധർവൻ തൻ്റെ സൗന്ദര്യത്തിലും കാര്യങ്ങളിലൊക്കെ അമിതമായിട്ട് അഹങ്കരിച്ചു. അപ്പം നമ്മളുടെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു വസ്തുവിൽ നമ്മൾ അഹങ്കരിച്ചിട്ട് നമ്മൾ ആ അഹങ്കാരത്തിൽ അന്ധനായിട്ട് പോയിട്ട് അറിയാണ്ടോ ആരെങ്കിലുമൊക്കെ നമ്മൾ ധിക്കരിക്കുകയും അപമാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അറിയില്ല ആരാണ് മഹാത്മാക്കളെന്ന് പോലും തിരിച്ചറിയില്ല. അങ്ങനെ ചെയ്ത് നടക്കുമ്പോൾ പരിഹസിച്ചു. ആ സൗന്ദര്യം ഉള്ള ആളാണല്ലോ ഗന്ധർവൻ. അപ്പോൾ അഷ്ടാവക്രം മുനി എന്ന് പറഞ്ഞാൽ 8 വളവുകളോട് കൂടിയിട്ടാണ് ആ മുനിയുള്ളത്. അതിനെ കണ്ടപ്പോൾ ആ വിരൂപതയെ കണ്ടിട്ട് പരിഹസിച്ച് ചിരിച്ചു. അല്ലേ, എപ്പോഴും നമ്മൾ നിസ്സാരമായിട്ട് നമ്മളൊക്കെ ചെയ്യണ ചില കാര്യങ്ങളാണ് നമുക്ക് തോന്നുന്നത്. അത് കാണുമ്പോൾ നമുക്ക് ഒരു പരിഹാസഭാവം തോന്നും. ഒന്നിനെയും അങ്ങനെ നിസ്സാരമായിട്ട് കാണരുത്, ഒന്നിനെയും പരിഹസിക്കരുത് എന്നുള്ളത്. കാരണം ഓരോന്നും ഓരോ ജീവൻ്റെയും കർമ്മപ്രാരബ്ധങ്ങൾക്കനുസരിച്ച് ഓരോന്നും ഈശ്വരേച്ഛയാണ്. ശരീരത്തിനല്ല പ്രാധാന്യം, അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവനാണ്. അങ്ങനെ ഒരു ശരീരം കൊണ്ട് ജീവിക്കാനാണ് എങ്കിലും ആ ശരീരബോധം ഇല്ലാണ്ടാണ് ആ മുനി ജീവിക്കുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള മഹത്വം തിരിച്ചറിയാൻ ഗന്ധർവന് കഴിഞ്ഞില്ല. അപ്പം നമ്മുടെ മുമ്പിൽ വന്നതിൽ നിൽക്കണവർ ആരാണ് മഹാത്മാവ്, ആരാണ് അല്ലാത്തതെന്നൊന്നും നമുക്കറിയില്ല. അപ്പം ആരെയും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ പുഞ്ചിരി കൊണ്ടോ ഒന്നും ആരെയും പരിഹസിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യരുത് എന്നുള്ളൊരു പാഠം ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരണം. ദുഷ്ടനായുള്ളൊരു നീ രാക്ഷസനായി പോകുന്നു. ദുഷ്ടനായി നിന്നെ പിന്നെ ശാപാനുഗ്രഹം നൽകിയിടിനാൻ.
സാക്ഷാൽ ശ്രീനാരായണൻ നിന്തിരുവടി തന്നെ മോക്ഷതന്ത ശരദാപുത്രനായി ത്രേതായുഗേ വന്നവതരിച്ചു നിൻ ബാഹുക്കൾ അറക്കുമ്പോൾ വന്നിടുമല്ലോ ശാപമോക്ഷവും നിനക്കെടോ. അപ്പോഴും ആ കാരണം അപ്പോൾ അവിടെ ശപിക്കാണ്ട് പറ്റില്ല, അതുകൊണ്ടാണ് ആ ശാപം കൊടുത്തത്. കാരണം ആ തെറ്റ് ചെയ്തത് അതിൻ്റെ ഫലം അനുഭവിക്കാണ്ട് പറ്റില്ല. പക്ഷേ അതിൻ്റെ അടുത്ത നിമിഷം ആ കാരുണ്യം പ്രവർത്തിച്ചു. ശാപത്തിന് ശാപം മോക്ഷം നൽകി അനുഗ്രഹിച്ചു. എന്താണ്? സാക്ഷാൽ ഭഗവാനെ കാണാൻ ഇടവരട്ടെ എന്നുള്ളത്. അപ്പോൾ വേറെ ദോഷങ്ങളൊന്നും ആ ഗന്ധർവനില്ല, തൻ്റെ സൗന്ദര്യത്തിൽ അഹങ്കരിച്ചു എന്നൊരു ദോഷമേ ഉള്ളൂ. അപ്പോൾ ആ അഹങ്കാരത്തിനെ അതുകൊണ്ട് ആ അഹങ്കാരത്തെ തീർക്കാനായിട്ട് ആ രാക്ഷസന്മാർ ചെയ്യണ പോലത്തെ പ്രവൃത്തി ചെയ്തപ്പോൾ രാക്ഷസനായിട്ട് ഭവിക്കട്ടെ എന്നുകൊണ്ട് ഏറ്റവും വിരൂപമായിട്ടുള്ള ഒരു രാക്ഷസ രൂപത്തിനെ സ്വീകരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ ഭഗവാനെ കണ്ട് മോക്ഷം പ്രാപിക്കും എന്നുള്ളതും പറഞ്ഞ് അനുഗ്രഹിക്കുക. അതാണ് മഹാത്മാക്കളുടെ കാരുണ്യം. താപസശാപം കൊണ്ട് രാക്ഷസനായോരു ഞാൻ താപേന നടന്നിടും കാലമങ്ങൊരു ദിനം ശതമന്യുവിനെ പാഞ്ഞെടുത്ത് നദീരുഷ ശതകോടിയാൽ തലയറുത്തു ശതമകൻ വജ്രമേറ്റിട്ടും മമാ വന്നീല മരണമെന്ന് അബ്ജസംഭവൻ മമാ തന്നൊരു വനവരത്തിനാൽ. അപ്പോൾ ആ മുനിശാപത്തിൽ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ദേവേന്ദ്രനെ കാണുന്നത്. അപ്പോൾ എന്താണ് ദേവേന്ദ്രൻ്റെ നേർക്ക് പാഞ്ഞു ചെല്ലാൻ ശരിക്കും നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മതി. ദേവേന്ദ്രൻ അതിസുന്ദരനാണ്, ഇദ്ദേഹം നല്ല സൗന്ദര്യമുള്ള ആളായിരുന്നു. ആ ശാപം കൊണ്ട് ഇങ്ങനെയായി തീർന്നു. അപ്പോൾ ആ കോപവും നിരാശയും അങ്ങനെ സൗന്ദര്യമുള്ള ഒരാളെയൊക്കെ കാണുമ്പോഴേ അവരോട് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഒരു അസൂയയും കോപവും നിരാശയൊക്കെ കൊണ്ടിട്ടാണ് ഇന്ദ്രൻ്റെ നേർക്ക് പാഞ്ഞെടുക്കണം. എന്നാൽ ഇങ്ങനെ ഒരു അബദ്ധം പറ്റി. എന്നാൽ ഇനിയെങ്കിലും അങ്ങനെ തോന്നണില്ല. ഇന്ദ്രൻ്റെ നേർക്ക് വീണ്ടും പാഞ്ഞെടുത്തപ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്തു? സ്വയം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ രാക്ഷസൻ്റെ ശിരസ്സ് അറുത്ത് കളഞ്ഞു. പക്ഷേ ബ്രഹ്മാവ് വലിയ വരം നൽകിയ കാരണം കൊണ്ട് മരണം ഉണ്ടായില്ല. അർഹനല്ലാത്തത് കൊണ്ട് ആ ഇന്ദ്രൻ തന്നെ എന്ത് ചെയ്തു? ആ ശിരസ്സ് എടുത്തിട്ട് എന്ത് ചെയ്തു? ഉദരത്തിലാക്കി വച്ചു കൊടുത്തു. അങ്ങനെ മുഖങ്ങളും പാദങ്ങളും ഒക്കെ ആ ഉദരത്തിലായതോടുകൂടി കൈകളും ഒക്കെ നീണ്ടു എന്നുള്ളതാണ്. ഇതിൽ മറ്റൊരർത്ഥം കൂടി ഉണ്ട്. നമ്മളെല്ലാവരും എന്തിനു വേണ്ടിയിട്ട് ഈ വയറിന് വേണ്ടിയിട്ട് ആണ് ഓരോന്നും ഈ കൈകളെ കൊണ്ട് ചെയ്യണതും കാലുകളെ കൊണ്ട് പ്രവർത്തിയൊക്കെ ഈ വയറിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത്. അത് അങ്ങനൊരു കാര്യം കൂടി ഇതിൻ്റെ ഉള്ളിൽ പറയണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വസിക്കുന്ന സമയത്താണ് അങ്ങയെ കണ്ടതെന്ന് പറയണം. വക്രപത്മങ്ങൾ മമാകുക്ഷിയിലായ ശേഷം ഹസ്തയുഗ്മവും ഒരു യോജനായതങ്ങളാൽ വർത്തിച്ചിടുന്നേനത്ര വൃത്തിക്കു ശക്രാജ്ഞയാ സത്വസഞ്ജയം മമ ഹസ്തമധ്യസ്ഥയായാൽ വക്രേണ ഭക്ഷിച്ചു ഞാൻ വർത്തിച്ചേനിത്ര നാളും ഉത്തമോത്തമാരുനായകാദയാനിധേ. വന്യയും ജ്വലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യാമാർഗമൊക്കവേ ചൊല്ലിയിടുവൻ. മേദിനി കുഴിച്ചതിൽ ഇന്ധനങ്ങളും ഇട്ടു വിധിഹോത്രനെ ജ്വലിപ്പിച്ചത് സൗമിത്രിയും തത്രകബന്ധദേഹം ദഹിപ്പിച്ച നേരം തദ്ദേഹത്തിങ്കൽ നിന്ന് ഉദ്ധിതനായി കാണായി ദിവ്യവിഗ്രഹത്തോടും മന്മഥ സമാനനായി സർവഭൂഷണാപരിഭൂഷണനായ നേരം രാമദേവനെ പ്രദക്ഷിണവും ചെയ്തു ഭക്തിയ ഭൂമിയിൽ സാഷ്ടാംഗമായി വീണുടൻ നമസ്കാരം മൂന്നുരു ചെയ്തു കൂപ്പിത്തൊഴുതു നിന്നു. പിന്നെ മാന്യനാം ഗന്ധർവനും ആനന്ദവിവശനായി കോൾമയിർ കൊണ്ടു ഗദ്ഗദാക്ഷരവാണികളാം കോമളപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. ഈ കബന്ധസ്തുതി എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ളതാണെന്ന് മഹാത്മാക്കൾ അനുസ്മരിക്കും. ഇത് നിത്യവും ഈ കബന്ധസ്തുതി ജപിക്കുന്ന നിത്യവും ഇത് പാരായണം ചെയ്യുന്നവരുടെ ജീവിതത്തിൽ അത്യത്ഭുതമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്ന പറയണേ. ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ തീർന്ന് എല്ലാവിധത്തിലുള്ള ആപത്തുകളൊക്കെ ഒഴിഞ്ഞ് എല്ലാവിധത്തിലുള്ള നന്മകളും ഉണ്ടാവും എന്ന് പറയുന്നത്. എല്ലാവരും നിത്യമായിട്ട്
സ്തുതിക്കാൻ വളരെ നല്ലതാണെന്ന് മഹാത്മാക്കൾ അനുസ്മരിച്ച് കേട്ടിട്ടുണ്ട്. പ്രബന്ധസ്തുതിയും കൂടി പാരായണം ചെയ്തിട്ട് നമുക്കിവിടെ സമർപ്പിക്കാം. ബാക്കി ഭാഗങ്ങൾ വേണ്ടതുപോലെ പാരായണം ചെയ്യാൻ ആ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ തൽക്കാലം ഇത് പാരായണം ചെയ്ത് സമർപ്പിക്കാം. നിന്തിരുവടിയുടെ തത്വമിതൊരുവർക്കും ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാതല്ലെന്നാകിലും നിന്തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു. സന്തതമന്തത്വം കൊണ്ടെന്തൊരു മഹാമോഹം. നമുക്കാർക്കും ആ ഭഗവാന്റെ തത്വം അത്ര ചിന്തിച്ചാൽ അറിയില്ല. പക്ഷേ അന്ധത കൊണ്ട് വെച്ചാൽ അങ്ങയെ തന്നെ സ്തുതിക്കാൻ തോന്നുക എന്ന് പറയണത് അറിവില്ലെങ്കിലും നമുക്കെന്താ തോന്നുന്നത്, ഈശ്വരനെ സ്തുതിക്കണമെന്ന് തോന്നുന്നുണ്ടല്ലോ. അത് തന്നെ ഒരു വലിയ മഹാമോഹം തന്നെയാണ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് സ്തുതിക്കാനുള്ള കഴിവില്ലെങ്കിലും നമ്മൾ ഭഗവാനെ സ്തുതിക്കുകയാണ്. അന്തവും ആദിയില്ലാത്തൊരു പരബ്രഹ്മം അന്തരാത്മനി തെളിഞ്ഞുണർന്നു വസിക്കണം. അന്ധകാരങ്ങളകന്നാനന്ദമുദിക്കണം. ബന്ധവും മറ്റു മോക്ഷപ്രാപ്തിയുമരുളണം. അവ്യക്തമതിസൂക്ഷ്മമായൊരു ഭവദ്രൂപം സുവ്യക്തഭാവേന ദേഹദ്വയൽ വിലക്ഷണം. ദൃങ്രൂപമേകമന്യേകം അന്യ സൽക്കുലം ദൃശം ജഡം ദുർഗ്രാഹ്യ അനാത്മകം ആകയാൽ അജ്ഞാനികൾ എങ്ങനെ അറിയുന്നു മാനസാവ്യതിരിക്തം മങ്ങീരാതൊരു പരമാത്മനം ബ്രഹ്മാനന്ദം. അതിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ സുവ്യക്തഭാവേന, അതായത് ഭഗവാ ബുദ്ധി എന്നും ആത്മാവെന്നുള്ള ആ പ്രതീതികളുടെ ഏകഭാവമാണ് ജീവൻ എന്ന് പറയണത്. അപ്പോൾ അവയ്ക്ക് സാക്ഷിയായിട്ടിരിക്കുന്നതാണ് അത് സർവാത്മാവായിട്ട് നിർവികാര ബ്രഹ്മത്തിലെ അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തിൽ പെട്ടിട്ട് മോഹിക്കപ്പെട്ട ലോകം മുഴുവനും ആ മായാമയായ ലോകം മുഴുവനും സത്യമാണ് എന്നൊക്കെ വിചാരിച്ച് ഇരിക്കണ ആ ജീവന് എങ്ങനെയാണ് ഇത് പൂർണ്ണമായിട്ടും എങ്ങനെയാണ് അജ്ഞാനികളെ എങ്ങനെയാണ് അറിയണത്? ബുദ്ധ്യാത്മാഭാസങ്ങൾ ബുദ്ധ്യാത്മാഭാസങ്ങൾക്കുള്ള ഐക്യമായതോ ജീവൻ ബുദ്ധ്യാദി സാക്ഷിഭൂതം ബ്രഹ്മമെന്നതോ നൂനം. നിർവികാര ബ്രഹ്മണി നിഖിലാത്മനി നിത്യം നിർവിഷയാഖ്യേ ലോകമജ്ഞാനമോഹവശാൽ ആരോപിക്കപ്പെട്ടൊരു തൈജസം സൂക്ഷ്മദേഹം ഹരണ്യാമധു വിരാട് പുരുഷനതീസ്ഥൂലം ഭാവന വിഷയമായോ എന്നതു യോഗീന്ദ്രനാം കേവലം തത്ര കാണായിടുന്നു. ജഗത്തെല്ലാം ഭൂതമായതു ഭവ്യമായതും ഭവിഷ്യത്തും ഹേതുനാ മഹത്തത്വാദ്യാവൃത സ്ഥൂലദേഹേ ബ്രഹ്മാണ്ഡകോശേ വിരാട് പുരുഷേ കാണാകുന്നു. സന്മയാമെന്ന പോലെ ലോകങ്ങൾ 14 തുങ്കനാം വിരാട് പുമനാകിയ ഭവൻ തന്നംഗങ്ങളല്ലോ 14 ലോകവും ന്യൂനം. പാതാളം പാദമൂലം ഭാഷികൾ മഹാതലം നാഥദേവ് ഗുൽഫം രസാതലവും തലാതലം ചാരുജാനുക്കളല്ലോ സുതലം രഘൂപതേ ഉരുകാണ്ഡങ്ങൾ തവാവിതലാമതലവും ജഗനം മഹീതലം നാഭിതേ നഭസ്ഥലം രഘുനാഥോരസ്ഥലമായതു സുരലോകം കണ്ടദേശം തേ മഹല്ലോകമെന്നറിഞ്ഞാലും തുണ്ടമായതു ജനാലോകമെന്നതു നൂനം. ഗണ്ഡദേശം തേ തപോലോകമെന്നതിന്മീതേ പങ്കജായോനിവാസമാകിയ സത്യലോകം ഉത്തമാംഗം തേ പുരുഷോത്തമാ ജഗൽപ്രഭോ. സത്താമാത്രകാ മേഘജാലങ്ങൾ കേശങ്ങളും ശക്രാദി ലോകപാലകന്മാരെല്ലാം ഭുജങ്ങൾ തേ ദിക്കുകൾ കർണങ്ങളും അശ്വികൾ നാസികയും വ്യക്തമായതു വന്നി നേത്രം ആദിത്യൻ തന്നെ ചിത്രമെത്രയും മനസ്സായതു ചന്ദ്രനല്ലോ ഭൂഭ്രംഗമല്ലോ കാലം ബുദ്ധി വാക്പതിയല്ലോ കോപകാരണം അഹങ്കാരമായതു രുദ്രൻ വാക്കെല്ലാം ഛന്തസ്സുകൾ ദംഷകൾ യമനല്ലോ നക്ഷത്രപംക്തിയല്ലോ ദ്വിജപംക്തികളെല്ലാം ഹാസമായതു മോഹകാരിണി മഹാമായ വാസന സൃഷ്ടി സ്തവാംഗമോക്ഷണമല്ലോ ധർമ്മം നിൻ പുരോഭാഗാമധർമ്മം പൃഷ്ഠഭാഗം ഉന്മേഷ നിമേഷങ്ങൾ ദിനരാത്രങ്ങളല്ലോ
സപ്തസാഗരങ്ങൾ നിൻ കുക്ഷിദേശങ്ങളല്ലോ, സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ. നദികളെല്ലാം തവ നാടികളാകുന്നതും പൃഥ്വീതരങ്ങൾ പോലെ അസ്ഥികളാകുന്നതും വൃക്ഷാത്തി ഔഷധങ്ങൾ രോമങ്ങളാകുന്നതും ദക്ഷിണാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും ദൃഷ്ടിയായതും തവ വൃഷ്ടിയായതും തവ രേതസ്സെന്നറിയണം പുഷ്ടമം മഹീപതേ. കേവലജ്ഞാനശക്തി സ്ഥൂലമായുള്ള വിരാട് പുരുഷാരൂപം തവ കാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാം മുക്തി നിന്തിരുവടിയൊഴിഞ്ഞില്ല. കിഞ്ചന വസ്തു സന്തതാ രൂപം ചിന്തിച്ചു വണങ്ങുന്നേൻ. ഈ സർവ്വലോകവും ഭഗവാന്റെ വിരാട് രൂപമായിട്ട് കണ്ട് സ്തുതിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതിൽ ഓരോന്നും ഇങ്ങനെ എടുത്തെടുത്ത് പറയാണ്. ഭഗവാന്റെ വിരാട് പുരുഷൻ്റെ അംഗങ്ങളാണ് ഈ 14 ലോകങ്ങൾ. പാതാളം ശരീരത്തിൻ്റെ പാദമൂലമാണ്, മഹാതലം കണങ്കാലാണ്, രസാതലം തലാതലമൊക്കെ ഗുൽഭങ്ങളും സുതലം ജാനുക്കളാകണു, വിതലവും അതലവും ഊരുക്കൾ, മഹീതലം ജഗനം, നഭസ് നാഭി, ദേവലോകം മാറിടം, മഹർലോകം കണ്ടദേശം, അങ്ങനെ ഓരോ ലോകങ്ങളെയും ഭഗവാന്റെ ഓരോരോ അംഗങ്ങളായിട്ട് ഇങ്ങനെ പറയാണ്. ഭഗവാന്റെ ആ പുരികം ഇങ്ങനെ അനങ്ങടതാണ്. കാലം, ബുദ്ധി ബൃഹസ്പതിയാണ്. കോപകാരണമായ അഹങ്കാരാകുന്നത് രുദ്രനാണ്. വാക്കുകളും ഛന്തസ്സുകളാണ്. ദംഷ്ടകൾ യമനാണ്. പല്ലിൻ്റെ നിരകൾ നക്ഷത്രക്കൂട്ടങ്ങളാണ്. മോഹമുളവാക്കുന്ന മായ മന്ദഹാസാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിലും ആ ഭഗവാന്റെ ഓരോരോ അവയവങ്ങളിലും ഓരോന്നിനെ കണ്ടിട്ട് വിരാട് പുരുഷ ഭാവത്തേതാ പറഞ്ഞിട്ട് പറയണു. അങ്ങനെ നമസ്കരിക്കണു. അപ്പോൾ ഇത് എൻ്റെ മനസ്സിലെപ്പോഴും തോന്നണേന്ന് പറയാണ്. താപസാവേഷം ധരാവല്ലഭം ശാന്താകാരം ചാപേഷൂകരം ജടാവൽക്കലാവിഭൂഷണം കാനനേ വിജിന്യന്തം ജാനകീ സലക്ഷണം മാനവശ്രേഷ്ഠം മനോജ്ഞം മനോഭവസമം മാനസേ വസിപ്പതിന്നിക്കാലം വസിപ്പതിനായി അലം ചിന്തിക്കുന്നേൻ. ഭാനുവംശോത്ഭൂതനാം ഭവാൻ നമോ നമ. സർവജ്ഞൻ മഹേശ്വരനീശൻ മഹാദേവൻ സർവനവ്യയൻ പരമേശ്വരിയോടും കൂടി നിന്തിരുവടിയെയും ധ്യാനിച്ചുകൊണ്ടു കാശ്യാം സന്തതമിരുന്നരുളിയിടുന്നു മുക്ത്യർത്ഥമായി. തത്രൈവ മുമുക്ഷുക്കളായുള്ള ജനങ്ങൾക്കു തത്വാർത്ഥബോധം നിത്യം താരകബ്രഹ്മവാക്യം രാമരാമേതി കനിഞ്ഞുപദേശവും നൽകി സോമനാം നാഥൻ വസിച്ചിടുന്നു സദാകാലം. പരമാത്മാവു പരബ്രഹ്മം നിന്തിരുവടി പരമേശ്വരനായതറിഞ്ഞു വഴി പോലെ മൂഢന്മാൻ ഭവത്വമെങ്ങനെ അറിയുന്നു. മൂടിപ്പോകയാൽ മഹാമായ മോഹാന്ധകാരെ. രാമഭദ്രായ പരമാത്മനെ നമോ നമ. രാമഭദ്രായ ജഗത്സാക്ഷിണേ നമോ നമ. പാഹിമാം ജഗന്നാഥ പരമാനന്ദരൂപ. പാഹി സൗമിത്രീ സേവ്യ പാഹിമാം ദയാനിധേ. നിന്മഹാമായ ദേവി എന്നെ മോഹിപ്പിച്ചിടാൻ അംബുജാവിലോചന സന്തതം നമസ്കാരം. നിന്മഹാമായ ദേവി എന്നെ മോഹിപ്പിച്ചിടാൻ അംബുജാവിലോചന സന്തതം നമസ്കാരം. നിന്മഹാദേവി എന്നെ മോഹിപ്പിച്ചിടായിക അംബുജാവിലോചന സന്തതം നമസ്കാരം. സ്തുതി ഭക്തിയാ സ്തുതിച്ച് ഗന്ധർവനോട് ഉത്തമപുരുഷനാം ദേവനും അരുൾ ചെയ്തു. സന്തുഷ്ടനായ തവ സ്തുത്യാ നിശ്ചല ഭക്തിയാ ഗന്ധർവശ്രേഷ്ഠ ഭവൻ മത്പദം പ്രാപിച്ചാലും സ്ഥാനം മേ സനാതനം യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്ക നീ മൽപ്രസാദത്തിനാലടോ. അത്രയുമല്ല പുനാരൻ ഒന്നനുഗ്രഹിപ്പൻ ഞാൻ. നിസ്തോത്രം ഭക്തിയാ ജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടുമില്ല സംശയാമേതും. ഭക്തനാം നിനക്കത് അധപ്പദമിനി വരാ. ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ടു ഗന്ധർവശ്രേഷ്ഠം മംഗലം വരുവാനായി തൊഴുതു ചൊല്ലിയിടിനാൻ. മുന്നിലം മാറു കാണാം മതങ്കാശ്രമം തത്ര സമ്പതി വരിക്കുന്നു ശബരി തപസ്വിനി. തൽപദാംബുജം കൊണ്ടു പവിത്രായ എപ്പോഴും ഭവാനെയും ധ്യാനിച്ചു വിമുക്തയായി
അവളെ ചെന്നു കണ്ടാൽ വൃത്താന്തം ചൊല്ലും അവൾ. അവനീ സുധാ തന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ. ജാനകീ ജീവനസ്മരണം. ഹര നമ പാർവതീപതയേ. ആഞ്ജനേയ സ്വാമിക്ക് ജയ ജയ ശ്രീ രാധേശ്യാം. ഭഗവാന്റെ അപാരമായ കാരുണ്യം കൊണ്ട് നമുക്ക് ഇന്നത്തെ ഭാഗങ്ങളും കൂടി ഇവിടെ പാരായണം ചെയ്ത് സമർപ്പിക്കാനായിട്ട് സാധിച്ചു. ഇവിടെ ഇരുന്ന് കേട്ടതും പറഞ്ഞതും ആയിട്ടുള്ള എല്ലാം ഭഗവാനെ അവിടുത്തെ പാദത്തിൽ പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കുന്നു. അറിഞ്ഞോ അറിയാണ്ടോ ഞങ്ങളുടെ മനസ്സോ ഇന്ദ്രിയങ്ങളോ പല വഴിക്കും പാഞ്ഞു പോയിട്ട് ശ്രദ്ധയില്ലാണ്ടായി തീർന്നു എന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ക്ഷമിച്ച് കൂടുതൽ ശ്രദ്ധയോടുകൂടിയിട്ട് അവിടുത്തെ കഥകൾ കേൾക്കാനും പറയാനും അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് ആ ഭഗവത് ഭക്തന്മാരായിട്ടിരിക്കുന്ന എല്ലാവരുടെയും പാദത്തിൽ ആത്മാർത്ഥമായിട്ട് നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ സമർപ്പിക്കാം. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. മുല്ലോർലിത്തേവരേ ശരണം. സർവേശ്വര മംഗലത്തപ്പ ശരണം. തലയാക്കുളത്തമ്മേ ശരണം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ ജയ ശ്രീ രാധേശ്യാം. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണ പ്രാണാധിക പ്രിയേ. പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ. ബ്രഹ്മ വിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരെഴും ശുഭേ. തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി. ഗംഗപത്മാവതീ രൂപേ ഷഷ്ടി മംഗള ചണ്ഡികേ. കൈതൊഴാം തുളസീ രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി. തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി. നമിക്കുന്നേ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി. ഭവക്കടലിൽ നിന്നെന്നെ സദയം കരകേറ്റണേ. ഗോലോകനാഥയം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ. ബർഹാപീഠം നടവരവപുകർണയോ കർണികാരം. ബിഭ്രദ്വാസ കനകകപിശം വൈജയന്തീം ജമാലാം. രന്ധ്രാൻ വേണോരതരസുതയാ പൂരയൻ ഗോപവൃന്ദൈ. വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശദ്ഗീതകീർത്തിം. ഗോലോകനാഥനം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം. രാധാസഹായമതി സുന്ദരമന്ദഹാസം. വാതാലയേശമനിശം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ. രാഗാദിയിൽ പെട്ടുവലഞ്ഞിടാതെ. തീരേണമേ കൃഷ്ണമദീയ ജന്മം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ജയ് ജയ് ശ്രീരാധേ.